ആദ്യം നമ്മൾ പോകുന്നത് കെ മുരളീധരന്റെ ചില സുപ്രധാനമായ രാഷ്ട്രീയ നിലപാടുകളിലേക്കാണ്. തെരഞ്ഞെടുപ്പിന് ശേഷം അദ്ദേഹം എടുത്ത നിലപാട് തൃശൂരിൽ ക്രോസ് ഔട്ട് നടന്നു എന്ന ആക്ഷേപമാണ്. ഇതടക്കം ഇനിയുള്ള കോൺഗ്രസ് രാഷ്ട്രീയത്തെ സ്വാധീനിക്കാൻ കഴിയുന്ന ചില സുപ്രധാന വിഷയങ്ങളിൽ വലിയ വെളിപ്പെടുത്തലുമായി കെ മുരളീധരൻ രംഗത്ത് വരികയാണ്. തൃശൂരിൽ ക്രോസ് വോട്ട് നടന്നെന്ന ആക്ഷേപം കെ മുരളീധരൻ വീണ്ടും ആവർത്തിക്കുകയാണ്. CPM വോട്ടുകൾ ചോർന്നു. പരാജയ ഭീതി കൊണ്ടല്ല താൻ ആരോപണം ഉന്നയിച്ചത്. തൃശൂരിലെ 5 നിയമസഭാ മണ്ഡലങ്ങളിൽ തനിക്ക് ലീഡ് ലഭിക്കും. നാട്ടികയിലും പുതുക്കാടും മാത്രമാണ് തനിക്ക് ലീഡ് ലഭിക്കാതെ വരിക. ബാക്കി 5 ഇടങ്ങളിലും തനിക്ക് ലീഡ് ലഭിക്കുമെന്ന് കെ മുരളീധരൻ പറയുന്നു. ഒപ്പം തനിക്ക് വിജയമുറപ്പാണ്, പരാജയ ഭീതി കൊണ്ടല്ല ഈ ആക്ഷേപം ഉന്നയിച്ചതെന്നും കെ മുരളീധരൻ ഇന്നലെ ഡാൻ കുര്യനുമായി സംസാരിച്ചു. അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക്. ഞാൻ വസ്തുനിഷ്ഠമായി താഴെത്തട്ടിലുള്ള കണക്കെടുപ്പിൻ്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞ കാര്യമാണ്. അത് കുറേ വോട്ടുകൾ, ഇടതുപക്ഷത്തിൻ്റെ വോട്ടുകൾ BJPക്ക് പോയിട്ടുണ്ട്. പക്ഷെ എന്ന് വിചാരിച്ചാൽ അതിൻ്റെ അർത്ഥം UDF തോൽക്കുന്നല്ല. ഇവർ വോട്ട് മറച്ചെങ്കിലും അത് UDFൻ്റെ വിജയസാധ്യതയെ ബാധിക്കില്ല. പിന്നെ സുനിൽകുമാർ പറയുന്ന ഈ പരാജയ ഭീതി, പരാജയത്തിന് എന്താ ഭീതിയുള്ളത് രാഷ്ട്രീയത്തിൽ? വിജയവും പരാജയവും ഉണ്ട്. അത് സുനിൽകുമാർ ഇവർ വിജയിച്ചിട്ടേ ഉള്ളൂ. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് പരാജയത്തിൻ്റെ എന്താണെന്ന് അറിഞ്ഞുകൂടാത്തത്. അത് ജൂൺ 4 കഴിയുമ്പോൾ അദ്ദേഹത്തിന് അറിയാം പരാജയം ഒരു ഭീതിയല്ല എന്ന് അദ്ദേഹത്തിന് തന്നെ മനസ്സിലാവും അനുഭവത്തിലുള്ളത്. കോൺഗ്രസ് ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ വിജയിക്കും എന്ന് പറയുന്നതിൻ്റെ അടിസ്ഥാനം ഈ പ്രതീക്ഷകൾക്കപ്പുറത്ത് വസ്തുതാപരമായ എന്ത് കണക്കുകളുണ്ട്? അതായത് ഒന്ന്, കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ അതേ ട്രെൻഡ് ഇപ്പോഴും നിലനിൽക്കുന്നു. 2, മതന്യൂനപക്ഷങ്ങൾ, കഴിഞ്ഞ അസംബ്ലിയിൽ UDFനെ കൈവിട്ട മതന്യൂനപക്ഷങ്ങൾ ഇത്തവണ ഏകീകരിച്ച് UDFിലേക്ക് തിരിച്ചു വന്നിട്ടുണ്ട്. 2, പരമ്പരാഗതമായി കോൺഗ്രസ്സിന് വോട്ട് ചെയ്ത മുന്നോക്ക വിഭാഗങ്ങളിൽ കുറേ വോട്ടുകൾ ഇത്തവണ തിരിച്ചു വന്നിട്ടുണ്ട്. ഇതെല്ലാം നല്ല ഭൂരിപക്ഷത്തിന് ജയിക്കാനുള്ള സാഹചര്യമുണ്ട്. ഈ BJPക്ക് വേണ്ടി സ്ഥാനാർത്ഥിയായ സുരേഷ് ഗോപി, അദ്ദേഹം കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി തൃശ്ശൂർ കേന്ദ്രീകരിച്ചുകൊണ്ട് തന്നെ പ്രവർത്തിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ താരമൂല്യമാണോ അതോ BJPയുടെ സംഘടനാതല പ്രവർത്തനമാണോ? ഇതിലേതാണ് അവിടെ ഒരു പോരാട്ടം? കഴിഞ്ഞ തവണ 28% കിട്ടിയതിൽ അദ്ദേഹത്തിൻ്റെ താരമൂല്യം ഒരു പ്രധാന ഘടകമായി. പക്ഷേ ആ താരമൂല്യം ഇന്ന് അദ്ദേഹത്തിനില്ല. അതിനുശേഷം അദ്ദേഹം തൃശ്ശൂർ അസംബ്ലിയിൽ നിന്ന് പരാജയപ്പെട്ടു. പക്ഷേ BJP കുറേ കൂടെ അവിടെ കുറച്ച് യൂണിറ്റുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇത്തവണ അവരുടെ വോട്ട് 20% 30% പല സർവേകളിലും സൂചിപ്പിക്കുന്നതിൻ്റെ കാരണം ഇടതുപക്ഷ വോട്ടുകൾ മറിയുന്നതുകൊണ്ടാണ്. അല്ലാതെ BJP അങ്ങനെ ശക്തി പ്രാപിച്ചു എന്നുള്ള അഭിപ്രായം എനിക്കില്ല. സുരേഷ് ഗോപി പറയുന്നത് തൃശ്ശൂർ അദ്ദേഹത്തിൻ്റെ ഇടനെഞ്ചിലാണ് എന്നാണ്. അതെ, ഇടനെഞ്ചിലോ വലനെഞ്ചിലോ ആവട്ടെ, അദ്ദേഹം ഏതായാലും MP ആവില്ല, തൃശ്ശൂർ എന്നുള്ള MP ആവില്ല, അക്കാര്യം ഉറപ്പാണ്. ഈ ദക്ഷിണേന്ത്യ കേന്ദ്രീകരിച്ചുകൊണ്ട് വലിയ തരത്തിലുള്ള രാഷ്ട്രീയ പ്രചാരണമാണ് BJP നടത്തിയത്. അതിൽ പ്രധാനമന്ത്രി തന്നെ നേരിട്ട് പല രാഷ്ട്രീയ പ്രചാരണ യോഗങ്ങളിൽ പങ്കെടുത്തു. 2 തവണ തൃശ്ശൂരിൽ തന്നെ എത്തി. പക്ഷേ ആദ്യ ഘട്ടത്തിൽ താങ്കളെ അവിടെ സ്ഥാനാർത്ഥിയാക്കിയതിന് ശേഷം ആ ഒരു ആവേശം ദേശീയ നേതാക്കൾ അവിടേക്ക് വരുന്നതിൽ ഒരു കുറവുണ്ടായത് ഏതെങ്കിലും തരത്തിൽ പ്രചാരണത്തെ ബാധിക്കുന്ന സാഹചര്യം? ഇല്ല, അവിടെ DK ശിവകുമാറാണ് വന്ന ഒരു ദേശീയ നേതാവ് എന്ന് പറഞ്ഞത്. രാഹുൽ ഗാന്ധിയുടെ പ്രോഗ്രാം ഫൈനലൈസ് ചെയ്തെങ്കിലും അദ്ദേഹത്തിന് ഫുഡ് പോയ്സൺ കാരണം അദ്ദേഹത്തിൻ്റെ ഇന്ത്യ മുന്നണിയുടെ റാലി പോലും അദ്ദേഹം ക്യാൻസൽ ചെയ്തു. അവർ 2 പേരെയും മാത്രമേ അവിടെ നമ്മൾ കണക്കാക്കിയിട്ടുള്ളൂ. കാരണം പ്രിയങ്ക ഗാന്ധിക്ക് ഒരു സെക്ഷൻ കൊടുത്തു, രാഹുൽ ഗാന്ധിക്ക് ഒരു സെക്ഷൻ കൊടുത്തു. രാഹുൽ ഗാന്ധിയുടെ ആലപ്പുഴയും തൃശ്ശൂർ ഉൾപ്പെടെയുള്ള യോഗങ്ങളാണ് ക്യാൻസൽ ചെയ്യേണ്ടി വന്നത്. അതുകൊണ്ട് തന്നെ ദേശീയ നേതാക്കൾ വരാത്തതിൻ്റെ ഒന്നും ഒരു പ്രയാസം ഉണ്ടായില്ല. രാഹുൽ ഗാന്ധി വന്നാൽ കുറേ കൂടെ ഒരു ഊർജം കിട്ടും. തീർച്ചയായിട്ടും രാഹുൽ ഗാന്ധി വരണം എന്നുള്ള ഞാൻ ആവശ്യപ്പെടുന്നത്. രാഹുൽ ഗാന്ധിയോ പ്രിയങ്ക ഗാന്ധിയോ വരണമെന്ന് ആവശ്യപ്പെട്ടെന്നു. രാഹുൽ ഗാന്ധിയെ പറഞ്ഞു ഞാൻ തന്നെ വരാം എന്ന് അദ്ദേഹം കൂടെ പറഞ്ഞതനുസരിച്ചാണ് ഞങ്ങൾ അതിൻ്റെ പ്രോഗ്രാമൊക്കെ പ്ലാൻ ചെയ്തു. പക്ഷേ ദൗർഭാഗ്യവശാൽ അദ്ദേഹത്തിൻ്റെ ആരോഗ്യസ്ഥിതി കാരണമാണ് അദ്ദേഹം വരാത്തത്. പത്മജ വേണുഗോപാലിന്റെ രാഷ്ട്രീയ മാറ്റമാണ് കെ മുരളീധരനെ വടകരയിൽ നിന്നും തൃശൂരിലെത്തിച്ചിരിക്കുന്നത്. സഹോദരനും സഹോദരിയും തമ്മിലുള്ള ബന്ധത്തിൽ വലിയ വിള്ളൽ വീണു എന്ന കാര്യം കെ മുരളീധരൻ തന്നെ വ്യക്തമാക്കുന്നു. പത്മജ തന്നെ ഫോണിൽ ബ്ലോക്ക് ചെയ്തു. BJPയിൽ പോയതിനു ശേഷം കാണുകയോ സംസാരിക്കുകയോ ചെയ്തിട്ടില്ല. പത്മജ BJPയിൽ ചേർന്ന കാര്യം അറിഞ്ഞത് ന്യൂസ് 18ലൂടെയാണ്. പാർട്ടി വിടുന്നതിന് 3 ദിവസം മുമ്പ് സംസാരിച്ചപ്പോൾ പോലും ഒരു സൂചനയും നൽകിയിട്ടില്ലെന്നും കെ മുരളീധരൻ പറയുന്നു.
പത്മജ പറയുന്ന ചില കാര്യങ്ങൾ നമുക്ക് വസ്തുതയ്ക്ക് എടുക്കാതിരിക്കാൻ കഴിയുമോ? കാരണം ഈ കെ കരുണാകരൻ സ്മാരക ഫൗണ്ടേഷന്റെ അതൊക്കെ ഞാൻ പറയും, 1 കോടി രൂപ പിരിഞ്ഞ് കിട്ടിയതിന് ശേഷമാണല്ലോ അവർ പാർട്ടിയിൽ നിന്ന് പോയത്. പോകുന്നതിന് 3 ദിവസം മുമ്പ് വരെ ഞങ്ങൾ രാഷ്ട്രീയം പറയാറുണ്ട്, ഫോണിൽ വിളിച്ച്. ഒരു സൂചനയും തന്നിട്ടില്ല. ചർച്ച ചെയ്തു എന്ന് പോലും പറഞ്ഞിട്ടില്ല. അതുപോലും പറഞ്ഞിട്ടില്ല. ഞാൻ നിങ്ങളുടെ ചാനലിലാണ് ആദ്യമായിട്ട് കാലത്ത് ഫ്ലാഷ് വരുന്നത്. ആ സമയത്താണ് ഞാൻ വീണ്ടും വിളിച്ചപ്പോൾ തൊട്ട് എൻ്റെ ഫോൺ ബ്ലോക്കാണ്. പിന്നെ വിളിക്കാൻ പോയി. നമ്മൾ അന്ന് രാവിലെ സംസാരിച്ചപ്പോൾ ഞാൻ ഇതിൻ്റെ സൂചന ഇവിടെ എനിക്കുണ്ടായിരുന്നില്ല. പക്ഷേ നിങ്ങളുടെ ഫോൺ കോൾ വന്ന് നിങ്ങൾ അതിൽ ബ്രേക്കിംഗ് ന്യൂസ് ഇട്ടപ്പോഴാണ് ഞാൻ അവരെ വിളിക്കാൻ നോക്കിയത്. പക്ഷേ ആ സമയത്ത് മുതൽ ബ്ലോക്കാണ്. അതായത് സഹോദരനെ ബ്ലോക്ക് ചെയ്തിരിക്കുകയാണ്. അതെ, തലേന്ന് തന്നെ തീരുമാനം എടുത്തപ്പോൾ തന്നെ എൻ്റെ ഫോൺ കോൾ ബ്ലോക്ക് ചെയ്തു. ഇനി വട്ടിയൂർക്കാവിലേക്ക് മത്സരിക്കാനില്ല എന്ന കാര്യവും കെ മുരളീധരൻ പറയുന്നു. എല്ലാ തെരഞ്ഞെടുപ്പുകളിലും മാറി മാറി മത്സരിക്കുന്ന രീതി ഇനി ഉണ്ടാവില്ല. മുമ്പ് പ്രത്യേക സാഹചര്യത്തിലാണ് അങ്ങനെ മത്സരിക്കേണ്ടി വന്നതെന്നും കെ മുരളീധരൻ പറയുന്നു. ജനങ്ങൾ അവരുടെ അഭിപ്രായം പ്രകടിപ്പിച്ചു കഴിഞ്ഞു. അതിനെക്കുറിച്ച് ഓരോരുത്തരും അവരുടെ രീതിയിൽ കാണുകയാണ്. ഞാൻ ഒരു കാര്യം പറയാം, ഏത് സ്ഥാനാർത്ഥിയാണ് ഇലക്ഷൻ കഴിഞ്ഞിട്ടും തോൽക്കുന്നു പറയുന്ന ആരെങ്കിലും ഉണ്ടോ? ആരുമില്ല. ഇപ്പം തന്നെ തൃശ്ശൂർ 7 ലീഡ് ചെയ്യുന്നതാണ് LDF പറയുന്നത്. എനിക്കറിയാം എന്താണ് അതിൻ്റെത്. ഞാൻ 5 ഞാൻ ലീഡ് പ്രതീക്ഷിക്കുന്നത്. പുതുക്കാടും നാട്ടികയിലാണ് LDFന് അല്ലെങ്കിൽ BJPക്കോ കുറച്ച് മുൻതൂക്കം വരാൻ സാധ്യത. ബാക്കി 5 നല്ല ഭൂരിപക്ഷം UDFന് കിട്ടുന്നതാണ് എൻ്റെ പ്രതീക്ഷ. ബാക്കിയുള്ള നമുക്ക് ജൂൺ 4 എണ്ണിയാലേ പറയാൻ പറ്റൂ. അല്ല, ഏതെങ്കിലും തരത്തിൽ താങ്കൾ നേരത്തെ സൂചിപ്പിച്ച പോലെ ഒരു പരാജയം രുചിക്കേണ്ട സാഹചര്യം വന്നാൽ താങ്കളുടെ രാഷ്ട്രീയ ഭാവി പിന്നീട് അത് എൻ്റെ രാഷ്ട്രീയ ഭാവിയെക്കുറിച്ച് ഞാൻ അത്ര വലിയ വറിയിടൊന്നുമല്ല. എന്താ പറയേണ്ടത്, മുന്നോട്ട് പോകണോ പോകണ്ടേ എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ അന്ന് ആലോചിച്ചാൽ മതിയല്ലോ. ഇപ്പം ഏതായാലും ഒരു കാര്യം ഉറപ്പാണ്, കോൺഗ്രസ് വിട്ടൊരു കളിക്ക് കെ മുരളീധരൻ നിൽക്കില്ല. അത് ഞാൻ ഇപ്പോഴേ പറയാം. അല്ലെ, ഭരണവിരുദ്ധ വികാരം വലിയ തരത്തിലുണ്ട് എന്ന വിലയിരുത്തൽ കോൺഗ്രസിനുള്ളിലുണ്ട്. സ്വാഭാവികമായി അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് വലിയ വിജയം പ്രതീക്ഷിച്ചാണ് പാർട്ടി മുമ്പോട്ട് പോകുന്നത്. അങ്ങനെയാണെങ്കിൽ നിയമസഭയിലേക്ക് താങ്കൾ മത്സരിച്ച് വിജയിച്ചാൽ സ്വാഭാവികമായി താങ്കൾ മന്ത്രിസഭയിൽ ഇടം പിടിക്കും എന്ന എല്ലാ തരത്തിലുള്ള പൊതു സംസാരങ്ങളുമൊക്കെ ഉണ്ടായിരുന്നു. അതിനിടയിലാണ് താങ്കൾ വീണ്ടും സ്ഥാനാർത്ഥിയായി വരുന്നത് ലോക്സഭയിലേക്ക്. താങ്കൾക്ക് നിയമസഭയിൽ മത്സരിക്കണമെന്ന ആഗ്രഹം മനസ്സിലുണ്ടോ ഇപ്പോൾ? ഇനിയില്ല. ഇനി കാരണം തൃശ്ശൂർ വിജയിച്ചു കഴിഞ്ഞാൽ 5 കൊല്ലത്തേക്ക് MP എന്നുള്ള നിലയ്ക്ക് പ്രവർത്തനം തന്നെയായിരിക്കും. ഇനി സംസ്ഥാന നിയമസഭയിലേക്ക് വരണമെന്ന ആഗ്രഹമില്ലേ? എന്തായാലും 5 കൊല്ലത്തേക്കില്ല. 5 കൊല്ലത്തേക്ക് ഇനി ഇലക്ഷൻ മത്സരിക്കുന്ന പ്രശ്നമേ ഇല്ല. അത്രമാത്രം സുനിശ്ചിതമാണ് വിജയിക്കുമെന്ന കാര്യം, വിജയിക്കുന്ന വിശ്വാസം തന്നെ. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത്, എപ്പോഴും എല്ലാ ഇലക്ഷനും നിൽക്കാനെന്നുള്ള ഏർപ്പാട് ഇനിയില്ല. കെ മുരളീധരൻ രാഷ്ട്രീയ നിലപാടുകൾ പറയുകയാണ്. അതിൽ പ്രധാനപ്പെട്ട നിലപാടുകളിലൊന്നാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ സാഹചര്യമല്ല വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ. പാർട്ടി സംവിധാനം ശക്തമാവണം, കൂടുതൽ യൂണിറ്റ് കമ്മിറ്റികൾ സജീവമാക്കി തന്നെ പാർട്ടി മുന്നോട്ട് പോകണം, നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പാർട്ടി മെച്ചപ്പെടണം എന്നതാണ് പറയുന്നത്. പാർട്ടിയുടെ നേതൃതലത്തിൽ മാത്രം മാറ്റമുണ്ടായിട്ട് കാര്യമില്ലെന്നും കെ മുരളീധരൻ പറഞ്ഞു വയ്ക്കുന്നു. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഒരു സജഷൻ വളരെ നല്ലതായിരുന്നു. അതായത് എൻ്റെ കോൺഗ്രസ് യൂണിറ്റ് താഴെത്തട്ടുള്ള CUC കോൺഗ്രസ് യൂണിറ്റ് കമ്മിറ്റികൾ. പക്ഷേ അത് നമുക്ക് ഫലപ്രദമായി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞില്ല. അതിൻ്റെ കാരണക്കാരൻ ആരാണ്? അല്ല, അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പോൾ ഒരു സ്കീം സക്സസ് ആയില്ലെങ്കിൽ ആരെങ്കിലും തലയിൽ വെച്ച് കിട്ടുന്നത് ശരിയല്ല. കാരണം അത് പാർട്ടിക്കകത്തുള്ള ചില ദൗർബല്യങ്ങളുണ്ടായിരുന്നു. പക്ഷേ ഇനി ഞാൻ പറയുന്നത്, ആ സജഷൻ ഇനി ഏറ്റെടുത്ത് നടപ്പാക്കുക, അല്ലാതെ കഴിഞ്ഞു പോയാൽ ആരെങ്കിലും തലയിൽ കുറ്റം ചാർത്തുകയല്ല വേണ്ടത്. ഭാവിയിൽ CUC മുഖാന്തരം കോൺഗ്രസിലേക്ക് കൂടുതൽ ആളുകൾ എത്തിക്കുക, അതിനായിരിക്കണം ഇനി ഈ ഇലക്ഷന് ശേഷമുള്ള അടുത്ത നടപടി എന്ന് പറയും. അദ്ദേഹത്തെ KPCC അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറ്റുന്നതിന് മുന്നോടിയായിട്ടാണ് കണ്ണൂരിലേക്ക് അദ്ദേഹത്തിന്റെ മനസ്സിന്റെ സമ്മതം പോലും സ്വീകരിക്കാതെ. അല്ല, അതൊക്കെ അതിലൊന്നും പറയുന്നതെന്ന് അർത്ഥമൊന്നുമില്ല. മേലെ തട്ടിൽ മാറിയതുകൊണ്ടല്ല ഇവിടെ വേണ്ടത്, താഴെ തട്ടിൽ പാർട്ടിയെ ശക്തിപ്പെടുത്തണം. അല്ലാതെ X മാറി Y വന്നുകൊണ്ടൊന്നും എന്തെങ്കിലും മെച്ചമുണ്ടാകുമെന്ന് ഞാൻ കരുതുന്നില്ല. താഴെ തട്ടിൽ പാർട്ടിയെ ശക്തിപ്പെടുത്തണം. അതിനാണ് ഞാൻ പറഞ്ഞത്, CUC ഉൾപ്പെടെ ശക്തിപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് നീങ്ങണം. അല്ലാതെ ഈ മേലെ തട്ടിൽ പരീക്ഷണം നടത്തിക്കൊണ്ട് കാര്യമില്ല. യെസ്, കെ മുരളീധരന്റെ വാക്കുകൾ അങ്ങനെയാണ്. വടകരയിലും കെ മുരളീധരന്റെ നിലപാട് ഇങ്ങനെയാണ്. ഷാഫിയുടെ ഭൂരിപക്ഷം 50,000-ന് മുകളിലായിരിക്കുമെന്നാണ് കെ മുരളീധരൻ പറയുന്നത്. വടകരയിൽ വർഗീയ കാർഡ് ഇറക്കിയത് CPM ആണ്. ശൈലജ ടീച്ചർ CPM നേതൃത്വത്തിന്റെ കെണിയിൽ വീണുവെന്നും കെ മുരളീധരൻ പറയുന്നു. ടീച്ചർക്ക് 60,000 വോട്ടിന് ഹയസ്റ്റ് ഭൂരിപക്ഷത്തിൽ കേരള നിയമസഭയിൽ ജയിച്ചത്
ഒരു ഇമേജ് ആയിട്ട് അവർ കണക്കാക്കുകയാണ്. അല്ല, ഞാൻ ആ കഴിവ് അത് അവർ ജയിച്ചു കഴിഞ്ഞാണ്, അത് നമ്മൾ വേറെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, ജനം അംഗീകരിച്ചാണ്. പക്ഷേ എന്ന് വിചാരിച്ചാൽ അതേ ജനത്തിന് തിരിച്ച് അവരെ തോൽപ്പിക്കാനും കഴിയും. അത് ജനാധിപത്യത്തിൻ്റെ ഭാഗമായിട്ട് കണ്ടാൽ മതി. അതിന് വരെ ഈ വെറുതെ ഒരു കമ്മ്യൂണൽ കാർഡ് എടുത്തിട്ടുണ്ടാ വല്ല കാര്യമുണ്ടോ? അല്ല, അങ്ങനെയാണെങ്കിൽ ഈ വടകരയിൽ അത്തരത്തിലൊരു വർഗീയ പ്രചാരണങ്ങൾ നടന്നിട്ടുണ്ടെങ്കിൽ അത് എന്ത് കാരണം കൊണ്ടാണ് അങ്ങനെ നടന്നത്? ഒരിക്കലും അത് ചെയ്യാൻ പാടില്ല. ഞാൻ പറയുന്നത് മലബാറിലെ ഞങ്ങളൊക്കെ ജയിച്ചു വന്നതിൽ മഹാഭൂരിപക്ഷം ഹിന്ദു ജനപ്രതിനിധികളാണല്ലോ. ഞങ്ങളെങ്ങനെയാണ് ജയിച്ചു വന്നത്? അവരുടെ മുസ്ലിം ജനവിഭാഗത്തിൻ്റെ വോട്ട് കൊണ്ടല്ലേ. ടീച്ചർ ചെയ്ത് വലിയൊരു അപരാധം. ഈ ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു ഇത് CPM-കാരുണ്ടാക്കിയതാണ് ഈ കാഫർ എന്നുള്ള പ്രയോഗം. ഒരിക്കലും വടകരയിൽ ഇങ്ങനത്തെ ചിന്താഗതി ഉണ്ടായിട്ടില്ല. വടകരയുടെ ചരിത്രം പരിശോധിച്ചാൽ മഹാഭൂരിപക്ഷവും ഹിന്ദു MP-മാരും MLA-മാരൊക്കെയാണ് അവിടെ ഉണ്ടായിരുന്നത്. പക്ഷേ അത് മുസ്ലിം ജനവിഭാഗങ്ങൾ വോട്ട് ചെയ്തിട്ടാണ് അവരൊക്കെ ജനപ്രതിനിധികളായത്. അങ്ങനെയില്ലാത്തൊരു ചിന്താഗതി ഇപ്പോൾ ഒരു വിഭാഗത്തിന് വന്നു എന്ന് പറയുന്നതിൽ എന്തർത്ഥമാകും? ഇലക്ഷനിൽ മാന്യമായിട്ട് ഇലക്ഷൻ ഫൈറ്റ് ചെയ്യുക, ചിലപ്പോൾ ജയിക്കും, ചിലപ്പോൾ തോൽക്കും. ജനാധിപത്യത്തിൻ്റെ ഭാഗമാണ്. യെസ്, ഇതാണ് മുരളീധരൻ പറയുന്നത്. എന്തായാലും രാഷ്ട്രീയം, തെരഞ്ഞെടുപ്പിന് ശേഷവുമുള്ള രാഷ്ട്രീയത്തിലേക്ക് വിരൽ ചൂണ്ടുന്നതാണ് കെ മുരളീധരന്റെ വാക്കുകൾ എന്നതാണ് പ്രത്യേകത. ഒപ്പം കോൺഗ്രസിന്റെ രാഷ്ട്രീയ ഭാവിയിലും സംഘടനാ തലത്തിലുള്ള പൊളിച്ചെഴുത്തൽ എങ്ങനെ വേണമെന്നടക്കമുള്ള കെ മുരളീധരന്റെ പതിവ് ശൈലിയിലുള്ള ഇടപെടൽ കൂടി വരുന്നുണ്ട്. ഒരുപക്ഷെ തെരഞ്ഞെടുപ്പ് റിസൾട്ട് വന്നതിന് ശേഷം ഇതിൽ കൂടുതൽ പ്രതികരണങ്ങളിലേക്ക് പോകാം. നമുക്കിന്റെ രാഷ്ട്രീയം പരിശോധിക്കാം. ഡാൻ കുര്യൻ നമുക്കൊപ്പം ചേരുന്നു. ഡാൻ, ഇന്നലെ വളരെ വിശദമായി ഡാനുമായി അദ്ദേഹം സംസാരിച്ചതാണ്. രാഷ്ട്രീയം പറയാവുന്ന ഒരു പരിധിയിൽ നിന്നുള്ള കാര്യങ്ങൾ കെ മുരളീധരൻ സംസാരിച്ചു എന്ന് വേണം നമുക്ക് ആ വാക്കുകളിൽ നിന്ന് കരുതാൻ. എൻ്റെ ഒരു സംശയം, മുരളീധരൻ ഒരു പരാജയ ഭീതി ഉണ്ടോ യഥാർത്ഥത്തിൽ? കാരണം 5 നിയമസഭാ മണ്ഡലങ്ങളിൽ ലീഡ് കിട്ടുമെന്നൊക്കെ അദ്ദേഹം പറയുന്നുണ്ട്. അതിനപ്പുറത്തേക്ക് മുരളി ഇപ്പോഴും ഈ ക്രോസ് വോട്ട് ആരോപണം ഉന്നയിക്കുന്നത് തൃശ്ശൂരിൽ ഒരു മുൻകൂർ ജാമ്യം എടുക്കലായി ഡാനിന് തോന്നിയിട്ടുണ്ടോ? അങ്ങനെ തോന്നുന്നില്ല. എനിക്ക് അദ്ദേഹത്തിന്റെ വാക്കുകൾ അദ്ദേഹവുമായി സംസാരിച്ചപ്പോൾ തോന്നുന്നത് അദ്ദേഹത്തിന്റെ ഒരു ആത്മവിശ്വാസത്തിന്റെ അടിസ്ഥാന കാരണം ന്യൂനപക്ഷ വോട്ടുകൾ അദ്ദേഹത്തിന് അനുകൂലമായി പോൾ ചെയ്യപ്പെട്ടിട്ടുണ്ടെന്ന വലിയ വിശ്വാസത്തിലാണ് കോൺഗ്രസ് കേന്ദ്രങ്ങൾ. അത് തന്നെയാണ് അദ്ദേഹത്തിന്റെ പ്രതീക്ഷ വർദ്ധിപ്പിക്കുന്നതെന്നാണ് അദ്ദേഹത്തിന്റെ വാക്കുകളിൽ നിന്ന് മനസ്സിലാക്കുന്നത്. പ്രത്യേകിച്ച് ആ ക്രൈസ്തവ ന്യൂനപക്ഷങ്ങളുടെയും അതോടൊപ്പം മുസ്ലിം ന്യൂനപക്ഷ വിഭാഗങ്ങളുടെയും വോട്ട് തനിക്ക് അനുകൂലമായിട്ടാണ് പോൾ ചെയ്യപ്പെട്ടിരിക്കുന്നതെന്നുള്ള തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ് കെ മുരളീധരനുള്ളത്. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം 5 ഇടങ്ങളിൽ തനിക്ക് ലീഡുണ്ടാകും, 2 ഇടങ്ങളിൽ LDF-നായിരിക്കും മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയുക എന്ന് പറയുന്നത്. അതോടൊപ്പം സുരേഷ് ഗോപി ഒരു കാരണവശാലും തൃശ്ശൂരിൽ നിന്ന് ജയിക്കില്ല എന്ന കാര്യവും കെ മുരളീധരൻ ആവർത്തിക്കുകയാണ്. അദ്ദേഹത്തോട് ഞാൻ പലതവണ ആവർത്തിച്ച് ചോദിച്ചിരുന്നു, എന്തുകൊണ്ടാണ് പിന്നീട് ഈ ഇലക്ഷൻ കഴിഞ്ഞതിന് തൊട്ട് പിന്നാലെ ക്രോസ് വോട്ടിംഗ് നടന്നത്? സാധാരണ ഇത്തരം ആരോപണങ്ങളൊക്കെ ഉന്നയിക്കുന്നത് ഫലം വരുന്നതിന് ശേഷമോ അല്ലെങ്കിൽ അതിനോട് അടുത്ത ദിവസങ്ങളിലോ ഒക്കെയാണ്. തൊട്ട് പിന്നാലെ ഇങ്ങനെ ഒരു ആരോപണം ഉന്നയിക്കാനുണ്ടായ സാഹചര്യം എന്താണ് എന്ന ചോദ്യത്തിന് അദ്ദേഹം നൽകിയ മറുപടിയായിരുന്നു, സംഭവിച്ച കാര്യം താൻ വസ്തുനിഷ്ഠമായി പറയുന്നുവെന്ന് മാത്രമേ ഉള്ളൂ. ഇടത് വോട്ടുകൾ പാർട്ടി അത് കൃത്യമായി വിലയിരുത്തിയപ്പോൾ ഇടത് വോട്ടുകൾ അത് സുരേഷ് ഗോപിക്ക് ക്രോസ് വോട്ടായി ചെയ്യപ്പെട്ടു എന്ന സൂചനകൾ ലഭിച്ചിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ ലഭ്യമായ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ആ ഒരു കാര്യം പൊതുജനങ്ങളെ അറിയിച്ചു എന്ന് മാത്രമേ ഉള്ളൂ എന്നാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, അദ്ദേഹം തൃശ്ശൂരിൽ നിന്ന് വിജയിക്കുമെന്ന വലിയ ആത്മവിശ്വാസത്തിലാണ് ഇനി സംസ്ഥാന നിയമസഭയിലേക്ക് 5 വർഷത്തേക്ക് ഇല്ല എന്ന കാര്യം ഉറപ്പിച്ച് പറയുന്നത്. വർഷങ്ങൾ ഇത്തവണ ചില ആശയക്കുഴപ്പമുണ്ടായെങ്കിലും അവസാനം ഒപ്പം നിന്നു എന്നാണ് മുരളീധരന്റെ ആത്മവിശ്വാസം. പക്ഷേ നമുക്കറിയാം, തൃശ്ശൂരിൽ നമുക്കറിയാം, അവിടെ സുരേഷ് ഗോപി എന്ന BJP-യുടെ സ്ഥാനാർത്ഥി ക്രൈസ്തവ ന്യൂനപക്ഷങ്ങളെ ഒപ്പം നിർത്താൻ വേണ്ടിയുള്ള അഹോരാത്രം ശ്രമങ്ങൾ തുടർന്നതാണ്. വളരെ നേരത്തെ തന്നെ അദ്ദേഹം ആ ശ്രമങ്ങൾ ആരംഭിച്ചതുമാണ്. അതൊന്നും കോൺഗ്രസിന്റെ പരമ്പരാഗത വോട്ടുകളെ ബാധിച്ചില്ല എന്നതാണോ മുരളീധരന്റെ ഒരു കോൺഫിഡൻസ് ആയി അദ്ദേഹം പങ്കുവയ്ക്കുന്നത്? അദ്ദേഹം പറയുന്നത് ഈ ക്രൈസ്തവ ന്യൂനപക്ഷങ്ങളുമായി ബന്ധപ്പെട്ട് ഈ വടക്കേന്ത്യൻ സംസ്ഥാനങ്ങളിലടക്കം ഉണ്ടായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്. അതൊക്കെ വലിയ തരത്തിൽ സംസ്ഥാനത്തും ചർച്ച ചെയ്യപ്പെട്ടതാണ്. സഭാ മേലധ്യക്ഷന്മാർ തന്നെ പരസ്യമായി നിലപാട് വ്യക്തമാക്കിയതാണ്. ഈ BJP-യുടെ ഭാഗത്ത് നിന്ന് ക്രൈസ്തവ സീറോ മലബാർ സഭ ഉൾപ്പെടെയുള്ള സഭാ നേതൃത്വങ്ങളുമായി നേരിട്ട് ചർച്ച നടത്താനും അനുരഞ്ജന നീക്കങ്ങളും ഒക്കെ പലതവണ ഉണ്ടായി. ഈ നേതാക്കൾ തന്നെ ഈ പാർട്ടി ഈ സഭാ ആസ്ഥാനങ്ങളിലെത്തി ഈ പുരോഹിതരെയും സഭാ മേലധ്യക്ഷന്മാരെ കാണുകയും ചെയ്തു. പക്ഷേ അതിന്റെ ഒന്നും ഫലം അവർക്കുണ്ടായില്ല. കാരണം നമുക്ക് ഡാനിലേക്ക് വിശദമായി വരാം. അഡ്വക്കേറ്റ് ജയശങ്കർ നമുക്കൊപ്പം ചേരുകയാണ്. അഡ്വക്കേറ്റ് ജയശങ്കർ, കെ മുരളീധരൻ ഇങ്ങനെ ആവർത്തിക്കുകയാണ് തൃശ്ശൂരിൽ ക്രോസ് വോട്ട് നടന്നു എന്ന കാര്യം. അദ്ദേഹത്തിന്റെ ഒരു കോൺഫിഡൻസ് കുറവ് കൊണ്ടാണോ അദ്ദേഹം ഈ ആരോപണം ഉന്നയിക്കുന്നതിന് പിന്നിൽ, അതോ അദ്ദേഹത്തിന്റെ ഒരു ആത്മവിശ്വാസം കൂടുതലായതുകൊണ്ടാണോ ഇങ്ങനെ നിലപാടെടുക്കുന്നത്?
ഞാൻ അങ്ങനെ വിചാരിക്കുന്നില്ല. CPM-നോട് പല കാര്യങ്ങളിലും വിയോജിപ്പുള്ള ആളാണ്. പക്ഷേ അതിനുള്ള സാധ്യത വളരെ വളരെ വിദൂരമാണ്. മാത്രവുമല്ല, CPI സ്ഥാനാർത്ഥി സഖാവ് സുനിൽ കുമാർ തൃശ്ശൂർ നല്ല സ്വീകാര്യതയുള്ള ആൾ. അദ്ദേഹത്തിന് നല്ല ജയസാധ്യത ആദ്യം മുതലേ കൽപ്പിക്കപ്പെടുന്നു. CPI-യിൽ മത്സരിക്കാൻ വേറെ ആളുകളില്ലാത്തതുകൊണ്ടല്ല, സുനിൽ കുമാറിനെ തന്നെ രംഗത്തിറക്കിയത്. അദ്ദേഹമാണ് ഏറ്റവും ജനകീയനായിട്ടുള്ള നേതാവ്. തൃശ്ശൂര് വ്യക്തിപരമായിട്ട് ധാരാളം വോട്ടുകൾ ആകർഷിക്കാൻ കഴിവുള്ള ആളാണ്. പാർട്ടി സാമാന്യത്തിലും ശക്തമായിട്ടുള്ള സ്ഥലമാണ്. CPM-ന്റെ സഹകരണവും സുനിൽ കുമാർ ആണെങ്കിൽ കൂടുതലായിട്ട് ലഭിക്കും എന്നുള്ളതുകൊണ്ട് അപ്പൊ ഏത് നിലയ്ക്ക് LDF-ന് ഫീൽഡ് ചെയ്യാവുന്നതിൽ വെച്ച് ഏറ്റവും നല്ല കാൻഡിഡേറ്റ് ആയിരുന്നു സുനിൽ കുമാർ, യാതൊരു സംശയമില്ല. അദ്ദേഹം ആദ്യം മുതലേ വളരെ ഊർജ്ജസ്വലമായിട്ട് അവിടെ പ്രചരണം നടത്തുകയാണ്. മുരളീധരന്റെ കാര്യത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞാണ്, അദ്ദേഹത്തിന് വടകരയായിരുന്നു നല്ലത്. വടകരയിൽ നിന്നെങ്കിൽ അദ്ദേഹം നിസ്സംശയം വിജയിക്കുകയും ചെയ്യുവാൻ കഴിഞ്ഞ 5 കൊല്ലം കൊണ്ട് അദ്ദേഹം വലിയ സൗഹൃദ വലയം ആ മണ്ഡലത്തിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. നേരത്തെ തന്നെ അദ്ദേഹത്തിന് കോഴിക്കോടും വടകരയൊക്കെ സുപരിചിതമായിട്ടുള്ള സ്ഥലങ്ങളാണ്. അപ്പൊ കോൺഗ്രസ് ലീഡർഷിപ്പ് മറ്റു പല കാരണങ്ങളും മുൻനിർത്തിച്ചു മുരളീധരനെ തൃശ്ശൂർക്ക് കൊണ്ടുവരികയാണ് ചെയ്തത്. അത് വന്ന സമയത്ത് തന്നെ മുരളീധരൻ പ്രചരണത്തിൽ വളരെ പിന്നിലാണ്. അപ്പോഴേക്കും സുരേഷ് ഗോപിയും സുനിൽ കുമാറും വളരെയധികം മുന്നേറി. പിന്നെ അതിൻ്റെ അകത്ത് ഒരു സാധ്യത ഉണ്ടായിരുന്നത്, ആ സാധ്യതയില്ല. ആ സാധ്യത തെരഞ്ഞെടുപ്പ് ആകുമ്പോഴത്തേക്കും അടഞ്ഞു കഴിഞ്ഞിരുന്നു എന്നാണ് എൻ്റെ വിശ്വാസം. അതായത് വളരെ ക്ലോസ് ഫൈറ്റ് സുരേഷ് ഗോപിയും സുനിൽ കുമാറും തമ്മിൽ നടക്കുകയാണെങ്കിൽ ആ മണ്ഡലത്തിലുള്ള ഏതാണ്ട് 14-18% മുസ്ലിം വോട്ടുകൾ, അതിൽ ബഹുഭൂരിപക്ഷവും അന്യത UDF-ന് കിട്ടേണ്ടതാണ്. പ്രത്യേകിച്ച് ജമാഅത്തെ ഇസ്ലാമിയും SDPI UDF-ന് കെ മുരളീധരന് പിന്തുണ പ്രഖ്യാപിച്ചിട്ടുള്ള സാഹചര്യത്തിൽ പക്ഷെ ആ വോട്ടിലെ ഗണ്യമായൊരു ഭാഗം ഏറെക്കുറെ പൂർണ്ണമായിട്ട് തന്നെ LDF സ്ഥാനാർത്ഥിയിലേക്ക് പോവുകയും അതിന്റെ ഫലമായിട്ട് സുനിൽ കുമാർ ജയിക്കുകയും ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അതായിരുന്നു തൃശ്ശൂർ ഉണ്ടായിരുന്ന ഒരു സാധ്യത. സുനിൽ കുമാറിന് വിപരീതമായിട്ടുണ്ടായിരുന്ന ഒരു ഘടകം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും കരുവന്നൂർ സഹകരണ ബാങ്കുമായിട്ട് ബന്ധപ്പെട്ട തട്ടിപ്പാണ്. അതിൽ CPM നേതാക്കൾ വഹിച്ച പങ്കാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും അതിന്റെ ഒരു വിപ്രതിപത്തി LDF-നോട് ഉണ്ടാകാൻ സാധ്യത. പക്ഷെ അവിടെ സുനിലിനൊരു മേന്മ ഉണ്ടായിരുന്നു, ഈ തട്ടിപ്പുമായിട്ട് അദ്ദേഹത്തിന് ഒരു ബന്ധമില്ല എന്ന്. അപ്പൊ ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ ക്രോസ് വോട്ട് ചെയ്യാനുള്ള സാധ്യത കുറവാണ്. പ്രത്യേകിച്ച് തൃശ്ശൂർ പൂരവുമായി ബന്ധപ്പെട്ട അനിഷ്ട സംഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ മുരളീധരന് കുറച്ചുകൂടി ജയസാധ്യത വർദ്ധിക്കും. അദ്ദേഹം ഒരുപക്ഷെ ജയിച്ചു പോയേക്കും എന്നാണ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ എനിക്കുണ്ടായിരുന്ന ധാരണ. തൃശ്ശൂരിന് കിട്ടിയ റിപ്പോർട്ടുകളൊക്കെ ഏതാണ്ട് അരികിൽ തന്നെയായിരുന്നു. മുസ്ലിം വോട്ടുകൾ ഏറെക്കുറെ പൂർണ്ണമായിട്ടും മുരളിക്ക് തന്നെ കിട്ടിയിട്ടുണ്ട്. പ്രത്യേകിച്ച് നാട്ടിക, വലപ്പാട്, ചാവക്കാട്, ഗുരുവായൂർ പ്രദേശത്ത്. അപ്പൊ ഇങ്ങനെ ഒരു സാഹചര്യമാണ് അവിടെ നിലനിൽക്കുന്നത്. പക്ഷെ ഇദ്ദേഹം കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞത് വെച്ച് നോക്കുമ്പോൾ എനിക്ക് തോന്നുന്നത് ഹിന്ദു വോട്ടുകളുടെ വലിയ കേന്ദ്രീകരണം സുരേഷ് ഗോപിയിലേക്ക് ഉണ്ടായിട്ടുണ്ട്. അതെ, എന്ന് മാത്രമല്ല നാട്ടികയിൽ തനിക്ക് ഭൂരിപക്ഷം കിട്ടില്ല എന്ന കാര്യം മുരളീധരൻ തന്നെ പറയുകയാണ്. അതെ, നാട്ടികയിൽ അദ്ദേഹത്തിന് ഈ മുസ്ലിം വോട്ടുകളുടെ കേന്ദ്രീകരണം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും വലിയ മേൽക്കൈ കിട്ടുന്നതാണ്. നാട്ടിക സുനിൽ കുമാറിന്റെ പ്രദേശമാണ്, അദ്ദേഹത്തിന്റെ ജന്മസ്ഥലമായ അന്തിക്കാട് അടങ്ങുന്ന പ്രദേശമാണ്. നാട്ടികയിൽ സുരേഷ് ഗോപി മുന്നിട്ട് നിൽക്കും എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം സുരേഷ് ഗോപി തൃശ്ശൂർ എടുക്കും എന്ന് തന്നെയാണ്. എനിക്കറിയില്ല, ഞാനിപ്പോ വോട്ടെണ്ണക്ക് ഒരു പ്രവചനം നടത്തുന്നത് ശരിയല്ല. മുരളീധരൻ പരാജയം സംശയിക്കുന്നു എന്ന് വേണം നമുക്ക് കരുതാനായിട്ട്. പിന്നെ മുരളീധരൻ പൊതുവെ കാര്യങ്ങൾ തുറന്നടിച്ച് പറയുന്ന സ്വഭാവക്കാരനാണ്. മറ്റാളുകളാണെങ്കിൽ മനസ്സിൽ വിചാരിക്കുന്ന കാര്യങ്ങൾ മുരളീധരൻ തുറന്നടിച്ച് പറയും. ഇതൊക്കെ കഴിഞ്ഞാൽ മുരളീധരൻ തോറ്റോളും എന്ന് യാതൊരു നിർബന്ധവുമില്ല. കാരണം ആളുകൾ എങ്ങനെ വോട്ട് ചെയ്തിട്ടുണ്ടെന്ന് അവർക്ക് മാത്രമേ അറിയുള്ളൂ എന്നുള്ളത് കൊണ്ട്. അപ്പൊ അങ്ങനെയൊന്നും വിചാരിക്കുന്നതിൽ കാര്യമില്ല. ഇപ്പൊ ആരും വിചാരിക്കാത്ത കേന്ദ്രങ്ങളിൽ നിന്നായിരിക്കും വോട്ട് കിട്ടാൻ പോകുന്നത്. ഈ വടകരയിൽ മുരളീധരൻ മത്സരിച്ചപ്പോൾ അദ്ദേഹം എങ്ങനെ ജയിച്ചത് അദ്ദേഹത്തിന് അറിയില്ലെങ്കിൽ ഞാൻ പറയാം. അദ്ദേഹത്തിന് കിട്ടിയത് CPM-കാരുടെ വോട്ടാണ്, അല്ലെങ്കിൽ ഇടതുപക്ഷക്കാരുടെ വോട്ടാണ്, സോഷ്യലിസ്റ്റുകളുടെ വോട്ടാണ്. അല്ലാതെ കോൺഗ്രസുകാരുടെ വോട്ട് കൊണ്ട് മുരളീധരൻ വടകരയിൽ ജയിക്കും, സുധാകരൻ കണ്ണൂർ ജയിക്കും, ഉണ്ണിത്താൻ കാസർഗോഡ് ജയിക്കും? ഒരിക്കലും ജയിക്കില്ല. അവരൊക്കെ ജയിപ്പിച്ചത് CPM-കാരും ഇടതുപക്ഷക്കാരും ക്രോസ് വോട്ട് ചെയ്തിട്ടാണ്. അപ്പൊ ഏത് തെരഞ്ഞെടുപ്പിലും അങ്ങനെയൊക്കെ ഉണ്ടാകും. അതിപ്പോ തൃശ്ശൂരും ഉണ്ടായി കാണും എന്നെനിക്ക് തോന്നുന്നു. അതിന്റെ അർത്ഥം മുരളീധരൻ തോക്കുന്നല്ല. ഏതായാലും മുരളീധരൻ അങ്ങനെ മനസ്സിടിയേണ്ട ആവശ്യമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ സഹോദരിയുടെ രാഷ്ട്രീയ മാറ്റം വലിയ വില കൊടുക്കേണ്ടി വരുമോ മുരളീധരൻ എന്നൊരു സംശയമുണ്ടായിരുന്നു. പക്ഷേ മുരളീധരൻ തൻ്റെ സ്വതസിദ്ധമായ പ്രസ്താവനയിലൂടെയും നിലപാടിലൂടെയൊക്കെ അതിനെ മറികടക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ഇന്നലെ അദ്ദേഹം ഞങ്ങളോട് സംസാരിക്കുമ്പോഴും പത്മജിയുമായി തനിക്ക് ഒരു ബന്ധവുമില്ല, കെ കരുണാകരൻ്റെ കുടുംബത്തിൽ കുടുംബ ബന്ധത്തേക്കാൾ വലുതാണ് രാഷ്ട്രീയം എന്നൊക്കെ അദ്ദേഹം പറഞ്ഞതിനെ
അങ്ങ് സമർത്ഥമായി കൈകാര്യം ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ഇതിനിടയിലും മുരളി മുന്നോട്ട് വയ്ക്കുന്നത് സംസ്ഥാന കോൺഗ്രസിലെ തൻ്റെ ഭാവി എന്താവണമെന്ന ചില കരുതൽ കൂടി അദ്ദേഹത്തിനുണ്ട്. എനിക്ക് തോന്നുന്നു ഒരു പരാജയമോ മറ്റോ സംഭവിച്ചാൽ കോൺഗ്രസിൻ്റെ ഒരു കീ റോളിലേക്ക് താൻ കടന്നു വരണം എന്നൊരു കരുതൽ കൂടി അദ്ദേഹം നടത്തിയെന്ന് തോന്നുന്നു. കാരണം പുനഃസംഘടന പോലെയുള്ള കാര്യങ്ങളൊക്കെ അദ്ദേഹം അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. അല്ല, അതിൽ വേറൊരു കാര്യമുണ്ട്. സത്യം പറഞ്ഞാൽ ഈ കെ മുരളീധരൻ വളരെ പൊട്ടൻഷ്യൽ ഉള്ള ഒരു നേതാവാണ്. അത് നമുക്ക് ആർക്കും നിഷേധിക്കാൻ പറ്റിയില്ല. അദ്ദേഹം ഇടക്കാലത്ത് ചില കൈവിട്ട കളികളൊക്കെ നടത്തി കുറച്ച് കുഴപ്പത്തിലായി എന്നുള്ള സത്യമാണ്. അതിനുശേഷം രാഷ്ട്രീയത്തിൽ കോൺഗ്രസിൽ തിരിച്ചു വന്നപ്പോൾ അദ്ദേഹം വട്ടിയൂർക്കാവ് അത്ര എളുപ്പമുള്ള മണ്ഡലമൊന്നുമല്ല, അവിടെ നിന്ന് ജയിച്ചു. രണ്ടാമത് ജയിച്ചു. മൂന്നാമത് വലിയ റിസ്ക് എടുത്ത് വടകരയിൽ പോയി മത്സരിച്ച് അവിടെ ജയിച്ചു. വടകരയിൽ MP ആയിരിക്കുമ്പോൾ തന്നെ നേമത്ത് വന്ന് കുമ്മനം രാജശേഖരൻ തോപ്പിക്കുന്നതിൽ പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചു. ഇതിനൊക്കെ വളരെ സാഹസികമായ പല ഇടപെടലുകളും നടത്തിയിട്ടുള്ള ആളാണ്. സ്വന്തമായിട്ട് 10 വോട്ട് പിടിക്കാൻ കഴിവുള്ള ഒരു കോൺഗ്രസ് നേതാവാണ് അദ്ദേഹം. തൃശ്ശൂർ ജയിച്ചാലും തോറ്റാലും കെ മുരളീധരൻ എന്ന് പറഞ്ഞാൽ അങ്ങനെ ചെറിയ ഒരാളല്ല. അദ്ദേഹത്തെ അത്ര എളുപ്പത്തിലൊന്നും ഒതുക്കാനും പറ്റുകയില്ല. അത് ഒരു സത്യമാണ്. കെ മുരളീധരനെ അങ്ങനെ എഴുതി തള്ളാനൊന്നും ആർക്കും സാധിക്കില്ല. ഈ കോൺഗ്രസിന്റെ നേതൃതലത്തിൽ ഒരു ചെറിയ ആശയക്കുഴപ്പം ഇപ്പോഴും നിൽക്കുന്നത് കെ സുധാകരൻ അധ്യക്ഷ സ്ഥാനത്തേക്ക് തിരിച്ചു വരുമോ എന്നതാണ്. ഇന്നിപ്പം തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള KPCCയുടെ അവലോകന യോഗം ചേരുകയാണ്. ഇന്നൊരു പക്ഷേ അതിലൊരു വ്യക്തത ഉണ്ടായേക്കാം. ഒരു പക്ഷേ സുധാകരനപ്പുറം, സുധാകരന് ചില ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ നേരത്തെ മുരളീധരൻ പരസ്യമായി ഉന്നയിച്ചിട്ടുമുള്ളതാണ്. സുധാകരനൊക്കെ അപ്പുറത്തേക്ക് KPCC അധ്യക്ഷ സ്ഥാനം എന്നൊരു വലിയ സാധ്യത കെ മുരളീധരൻ എന്ന രാഷ്ട്രീയ നേതാവിനെ കാത്തിരിക്കുന്നുണ്ട് എന്ന് ഒരു നിരീക്ഷണം നമുക്ക് അങ്ങനെ നടത്താൻ കഴിയുമോ? അല്ല, കെ മുരളീധരൻ എത്രയോ കൊല്ലം മുമ്പ് KPCC പ്രസിഡന്റ് ആയ ആളാണ്. 2001 ആണ്ടിൽ അദ്ദേഹം KPCC പ്രസിഡന്റ് ആയ ആളാണ്. അദ്ദേഹം ഇത്ര കൊല്ലത്തിന് ശേഷം ഇനി 2024 വീണ്ടും KPCC പ്രസിഡന്റ് ആകാൻ ആഗ്രഹിക്കുന്നു എന്നെനിക്ക് തോന്നുന്നില്ല. അതിന്റെ സാധ്യത കുറവാണ്. കെ മുരളീധരൻ തീർച്ചയായിട്ടും കേരളത്തിലെ ഏറ്റവും ശക്തനായ കോൺഗ്രസ് നേതാക്കളിൽ ഒരാളാണ്. കേരളത്തിലെ കോൺഗ്രസിലെ ഏറ്റവും ശക്തരായ 1, 2, 3 നേതാക്കളുടെ പേരെടുത്താൽ അതിൽ മുരളീധരന്റെ പേര് തീർച്ചയായിട്ടും ഉൾപ്പെടുത്തേണ്ടി വരും. പക്ഷേ ഒരു കാര്യമുള്ളത്, കേരളത്തിലെ പ്രധാനപ്പെട്ട ഗ്രൂപ്പ് മാനേജർമാർക്ക് ആർക്കും അദ്ദേഹത്തിന് ഇഷ്ടമല്ല എന്നുള്ളതാണ്. അതൊരു യാഥാർത്ഥ്യമായിട്ട് നിലനിൽക്കുന്നു. ഇതൊക്കെ പല ക്ലിക്കുകളുടെ, പല അവസരവാദ ഗ്രൂപ്പുകളുടെ കൈവശത്തിലാണ് ഇരിക്കുന്നത്. അതുകൊണ്ടുള്ള അദ്ദേഹത്തിന് വടകരയിൽ നിന്ന് തൃശ്ശൂർക്ക് വരേണ്ടത്. അല്ല, ഈ ഗ്രൂപ്പ്, പഴയ തരത്തിലുള്ള ഗ്രൂപ്പ് സംവിധാനം ഇപ്പോഴുണ്ടോ? ഈ സതീശനെ എല്ലാവരും അങ്ങ് സ്വീകരിക്കുകയാണ്. സതീശന് പ്രവർത്തനത്തിൽ ഒരു പ്രശ്നവും മുരളീധരൻ അടക്കം ഉന്നയിക്കുന്നില്ല. അല്ല, ഒരു പാർലമെന്ററിയൻ എന്ന രീതിയിൽ സതീശൻ അദ്വിതീയനാണ്. അത് മുരളീധരനോ അല്ലെങ്കിൽ മറ്റാർക്കും അവകാശപ്പെടാൻ പറ്റില്ല. ഈ നിയമസഭാ നടപടികൾ, അതിന്റെ ചട്ടങ്ങൾ, കീഴ്വഴക്കങ്ങളൊക്കെ നന്നായിട്ട് പഠിച്ച, നിയമസഭയിൽ കാര്യങ്ങളൊക്കെ നന്നായിട്ട് അവതരിപ്പിക്കാൻ കഴിവുള്ള ആളാണ് മുരളീധരൻ. ചെന്നിത്തലയുടെ നേതൃത്വത്തെ നമുക്ക് ചോദ്യം ചെയ്യാൻ കഴിയില്ല. പക്ഷെ അതിനപ്പുറത്തേക്ക് മറ്റ് പല സ്ഥാപിത താല്പര്യക്കാരും ചില ക്ലിക്കുകളൊക്കെയാണ് ഈ കോൺഗ്രസ് പാർട്ടിയെ കൊണ്ടുനടക്കുന്നത്. അതുകൊണ്ടും കൂടിയാണ് ഈ കോൺഗ്രസ് പാർട്ടി സംസ്ഥാനത്ത് ക്ലച്ച് പിടിക്കാത്തത്. ഇപ്പൊ കേരളത്തിൽ UDF 19-20 സീറ്റുകൾ ജയിക്കാൻ സാധ്യതയുണ്ടെന്ന് പറയുമ്പോഴും അത് UDFന്റെ മേന്മ കൊണ്ടോ കോൺഗ്രസിന്റെ ശക്തി കൊണ്ടോ ഒന്നുമല്ല. നേരെ മറിച്ച് ഇടതുപക്ഷത്തോട് ജനങ്ങൾക്ക് ഇപ്പോൾ ഉണ്ടായിട്ടുള്ള വലിയ വിപ്രതിപത്തി, വിയോജിപ്പ്, അവരുടെ ഭരണത്തോടുള്ള അതൃപ്തി, അതുകൊണ്ട് ജയിക്കുന്നതാണ്. പക്ഷെ ഇവിടെ സംഭവിക്കാൻ പോകുന്ന വെച്ചാൽ ജൂൺ 4 വോട്ടെണ്ണി കഴിയുമ്പോൾ കേരളത്തിലെ കോൺഗ്രസ് വലിയ വിജയത്തിന് പുറകെ അതിഭയങ്കരമായ ആശയക്കുഴപ്പത്തിലേക്കും സംഘർഷത്തിലേക്കും മൂപ്പളമ തർക്കത്തിലേക്കും കാലുവാരലിലേക്കും കുതികാൽവെട്ടിലേക്കും ഒക്കെ പോകും. കാരണം എന്താ വെച്ചാൽ 2026 തെരഞ്ഞെടുപ്പിൽ ആരായിരിക്കണം മുഖ്യമന്ത്രി എന്ന ആ വിഷയം അപ്പോഴത്തേക്ക് സജീവവും. അതുകൊണ്ട് ഇപ്പൊ കോൺഗ്രസിന്റെ വിജയത്തിൽ തന്നെ അതിന്റെ പരാജയത്തിന്റെ വിത്തുകൾ കൂടി അടങ്ങിയിരിക്കും എന്നുള്ളതാണ് രാഷ്ട്രീയ വിദ്യാർത്ഥികൾ, ഈ ഗ്രൂപ്പ് വഴക്കിൽ താല്പര്യമില്ലാത്ത ആളുകൾക്ക് മനസ്സിലാക്കേണ്ട പാഠം. എന്തായാലും വളരെ നന്ദി പ്രതികരിച്ചതിന് അഡ്വക്കേറ്റ് ജയശങ്കർ. മുരളീധരൻ പറയുന്നത് എന്താ, അതിന്റെ രാഷ്ട്രീയം, അതാണ് നമ്മൾ പരിശോധിച്ചത്. ഡാൻ തുടരുന്നുണ്ട്. ഡാൻ, KPCCയുടെ അവലോകന യോഗം ചേരുകയാണല്ലോ ഇന്ന് തിരുവനന്തപുരത്ത്. മുരളി ഉന്നയിച്ച വിഷയങ്ങളിലൊക്കെ ചർച്ച വേണം. ഒരുപക്ഷെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം കോൺഗ്രസ് നേരിടാൻ പോകുന്ന വലിയ വെല്ലുവിളി നിയമസഭയിലേക്ക് വേണ്ടി സംഘടനയെ ഒരുക്കുകയാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് കോൺഗ്രസിന് സ്വാഭാവിക മേൽക്കൈ ഉണ്ടാകുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യം ഉണ്ടാകുന്നതാണ്. പക്ഷേ നിയമസഭയിലേക്ക് വരുമ്പോൾ അതല്ല. അവിടെ സംഘടന 140 നിയോജക മണ്ഡലങ്ങളിലും ഒരേ രീതിയിൽ പ്രവർത്തിക്കേണ്ടതുണ്ട്. അപ്പോൾ മുരളീധരൻ സൂചിപ്പിക്കുന്നത് പോലെയുള്ള വലിയ തരത്തിലുള്ള ഒരു തിരിച്ചുവരവ് സംഘടനാ തലത്തിൽ നടത്തേണ്ടി വരും. അത്തരം ചർച്ചകളൊക്കെ KPCCയിൽ നടക്കുന്നുണ്ടോ? ആ ഒരു വലിയ തരത്തിലുള്ള ചർച്ചകളിലേക്ക് ഇന്ന് കടക്കുമോ എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. കാരണം ഇന്ന് തെരഞ്ഞെടുപ്പിന്റെ അവലോകനം, ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ അവലോകനം മാത്രമാണ് നടക്കുന്നത്. അദ്ദേഹം നമ്മളോട് സംസാരിച്ചപ്പോൾ വ്യക്തമാക്കിയത് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് അടുത്തു വരികയാണ്. അതായത് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് തൊട്ടു പിന്നാലെയാണ് നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. അതുകൊണ്ട് തന്നെ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് തന്നെ ആരായിരിക്കണം മുഖം
കോൺഗ്രസിൽ കൃത്യമായി നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട എല്ലാ ഒരുക്കങ്ങളും പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് തന്നെ പൂർത്തിയാക്കി താഴെത്തട്ടിലേക്ക് ബൂത്ത് തലം മുതലുള്ള പ്രവർത്തനങ്ങൾ സജ്ജമാക്കിയാൽ മാത്രമേ കോൺഗ്രസിന് തിരിച്ചുവരവുണ്ടാകത്തുള്ളൂ. അതാണ് 2019 നൽകിയ പാഠമെന്നാണ്. അതായത് ഒരിക്കലുണ്ടായ പരാജയം തിരിച്ചടി അത് കൃത്യമായി കോൺഗ്രസ് നേതൃത്വത്തിന് മുമ്പിലുണ്ട്. അതുകൊണ്ട് തന്നെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 20-20 എന്ന വലിയ പ്രതീക്ഷയാണ് അവർ മുമ്പോട്ട് വെക്കുന്നത്. പക്ഷേ അത്രയ്ക്കങ്ങ് 20-20 കിട്ടിയില്ലെങ്കിലും മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയുമെന്ന് തന്നെയാണ് പ്രതീക്ഷ. സ്വാഭാവികമായി അതിനെ ഒരിക്കലും നിയമസഭാ തെരഞ്ഞെടുപ്പുമായി യാതൊരു തരത്തിലും താരതമ്യം ചെയ്യാൻ കഴിയില്ല. നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ സിനാരിയോ മറ്റൊന്നാണ്. അതുകൊണ്ട് തന്നെ അതിനുവേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങൾ താഴെത്തട്ടിൽ നിന്നാണ് തുടങ്ങുന്നത് എന്ന പൊതുവായ വിലയിരുത്തലുണ്ട്. സ്വാഭാവികമായി അത്തരം കാര്യങ്ങളൊക്കെ വരുന്ന ചർച്ചകളിൽ ഇടം പിടിക്കും. ഇന്ന് പക്ഷേ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കൃത്യമായി മണ്ഡലങ്ങൾ തിരിച്ചുകൊണ്ടുള്ള ഏതൊക്കെ മണ്ഡലങ്ങളിലാണ് ഈ നെക്ക് ടു നെക്ക് ഫൈറ്റ് നടന്നത്, അവിടെ ജയസാധ്യത സംബന്ധിച്ച വിവിധ ചർച്ചകൾ തിരുവനന്തപുരം ഉൾപ്പെടെയുള്ള മണ്ഡലങ്ങളെ കേന്ദ്രീകരിച്ചുകൊണ്ട് വലിയ തരത്തിലുള്ള ചർച്ചകൾ നടക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ചർച്ചകളിൽ കൃത്യമായ കണക്കുകളുടെ അടിസ്ഥാനത്തിൽ അത് വിലയിരുത്തുന്ന ഒരു തരത്തിലേക്കായിരിക്കും ഇന്നത്തെ വിശാല നേതൃയോഗം ചേരുന്നതിൽ അജണ്ടയായി ഇടം പിടിക്കുക എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. സജിത്ത്, ഡാന് വീണ്ടും മുരളി പറഞ്ഞ രാഷ്ട്രീയത്തിലേക്ക് മടങ്ങി വരുമ്പോൾ താൻ സംസ്ഥാന രാഷ്ട്രീയത്തിലേക്ക് ഉടനില്ല എന്ന് മുരളി പറയുന്നുണ്ട്. മുരളി ഒരു 5 വർഷത്തെ കാലയളവാണ് പറയുന്നതെങ്കിലും അദ്ദേഹത്തിന് ഒരുപക്ഷെ വിദൂരമായി ഈ തിരിച്ചുവരവ് നിയമസഭയിലേക്കാണ് തന്റെ സാധ്യത, തന്റെ രാഷ്ട്രീയം സംസ്ഥാനത്താണ് ഉണ്ടാവേണ്ടതെന്നൊരു തിരിച്ചറിവയ്ക്ക് ഉണ്ടാവും. ഈ വട്ടിയൂർക്കാവ് മുരളിയെ സംബന്ധിച്ച് ഒരു വെല്ലുവിളി ഉയർത്തുന്ന കാര്യമാണ്. അതുകൊണ്ട് ആവാം മുരളി വട്ടിയൂർക്കാവിന്റെ പേര് പരാമർശിച്ചുകൊണ്ട് വട്ടിയൂർക്കാവിലേക്ക് തക്കാലമില്ല എന്ന തരത്തിലേക്ക് നിലപാടെടുക്കുന്നതിന് കാരണം, അല്ലേ? അവിടെ നമ്മൾ എടുത്തു പറയേണ്ട കാര്യം സജിത്ത്, വട്ടിയൂർക്കാവിൽ കെ മുരളീധരനെ പോലെ കെ മുരളീധരനെ മാറ്റി നിർത്തിയാൽ കോൺഗ്രസിന് ആ മണ്ഡലം തിരിച്ചു പിടിക്കാൻ, കാരണം അത്രമാത്രം മികച്ച ഒരു പ്രകടനമാണ് വി കെ പ്രശാന്ത് വട്ടിയൂർക്കാവിൽ നടത്തിക്കൊണ്ടിരിക്കുന്നതെന്ന പൊതുവിലയിരുത്തൽ കോൺഗ്രസിൽ തന്നെയുണ്ട്. അതുകൊണ്ട് തന്നെ കെ മുരളീധരനല്ലാതെ മറ്റാർക്കും ആ മണ്ഡലം തിരിച്ചു പിടിക്കാൻ കഴിയില്ല എന്ന പൊതു സംസാരങ്ങളുമുണ്ട്. അതിനിടയിലാണ് മുരളീധരൻ ഇത്തരമൊരു നിലപാടുമായി രംഗത്തെത്തുന്നത് എന്നതാണ് ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. ഇനി ഒരു തെരഞ്ഞെടുപ്പിന് 5 വർഷത്തേക്ക് താൻ ഇല്ല എന്ന് അദ്ദേഹം കൃത്യമായി നമ്മളോട് പറയുന്നത് ഒരു പക്ഷേ വട്ടിയൂർക്കാവിൽ നിന്ന് തൽക്കാലം ഒരു ഇടവേള എടുക്കുകയാണ് എന്ന അടിസ്ഥാനത്തിലായിരിക്കും. അതല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ കൃത്യമായ ദീർഘവീക്ഷണമായിരിക്കാം അദ്ദേഹത്തിന്റെ അനിവാര്യത സംസ്ഥാന കോൺഗ്രസ് നേതൃത്വത്തെ ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടി. ഒരു പരാജയം സംബന്ധിച്ച് അദ്ദേഹത്തിന് സ്വാഭാവികമായും നിയമസഭയിലേക്കൊരു സീറ്റ് തുറക്കപ്പെടും. അങ്ങനെയെങ്കിൽ അത്തരം സാധ്യതകളും നമുക്ക് മുന്നിൽ കാണേണ്ടി വന്നേക്കാം. ഡാൻ, എന്തായാലും ഈ മുരളി പറഞ്ഞു വെക്കുന്നതിൽ പത്മജയുമായി സഹോദര ബന്ധവും സഹോദരി ബന്ധത്തിൽ വലിയ വിള്ളൽ വീണു എന്ന് അദ്ദേഹം ആവർത്തിക്കുന്നുണ്ട്. അതായത് പത്മജയുടെ രാഷ്ട്രീയ മാറ്റം തന്റെ രാഷ്ട്രീയ ജീവിതത്തെ ഒരു തരത്തിലും ബാധിക്കരുത് എന്നൊരു ജാഗ്രത മുരളി കാട്ടുന്നുണ്ടെന്ന് തോന്നുന്നു, അല്ലെ? ഒരുപക്ഷെ ഇത്തരത്തിൽ ഈ കുടുംബങ്ങളിൽ നിന്ന് ഒരേ കുടുംബത്തിൽ നിന്ന് 2 പാർട്ടിയിലേക്ക് ചേർന്ന വ്യക്തികളുടെ ജീവിതം വെച്ച് പരിശോധിക്കുമ്പോൾ മുരളീധരൻ പറയുന്ന വാക്കുകൾ കൃത്യമാണ്. ഞാനൊന്ന് തുടരുക. ടി എൻ പ്രതാപൻ നമുക്കൊപ്പം ചേരുകയാണ്, മുൻ തൃശൂർ MP. ശ്രീ ടി എൻ പ്രതാപൻ, കെ മുരളീധരൻ ക്രോസ് വോട്ട് നടന്നു എന്ന കാര്യം ആവർത്തിക്കുകയാണ്. പ്രധാനമായും നാട്ടിക പോലെയുള്ള ഇടങ്ങളിൽ താങ്കളുടെ ശക്തി മേഖലയിലൊക്കെ വോട്ട് കുറയാനുള്ള സാധ്യതയും അദ്ദേഹം പറയുന്നുണ്ട്. എന്താണ് സംഭവിക്കുന്നത്? അദ്ദേഹം പറഞ്ഞ കറക്റ്റാ, ക്രോസ് വോട്ട് നടന്നിട്ടുണ്ട്. അത് നേരത്തെ തന്നെ CPM-ഉം BJP-യും കൂടി ഉണ്ടാക്കിയ ഡീലിന്റെ ഭാഗമാണ്. ED കരുവന്നൂർ ബാങ്കുമായി ബന്ധപ്പെട്ട ED അന്വേഷണത്തിൽ ED-യുടെ മുന്നിൽ പ്രതികളായി നിൽക്കുന്ന അല്ലെങ്കിൽ കുറ്റാരോപിതരായി നിൽക്കുന്ന CPM-ന്റെ നേതാക്കന്മാരെ അറസ്റ്റ് ചെയ്യാതിരിക്കാനും സംരക്ഷിക്കാനും വേണ്ടി പിന്നെ നേരത്തെ തന്നെ CPM ഉന്നത തലത്തിൽ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള ആളുകൾ അറിഞ്ഞുകൊണ്ട് BJP-യുമായി ഒരു അന്തർധാര ഉണ്ടാക്കിയിരുന്നു. ഞങ്ങൾ അന്തർധാര തൃശൂർ DCC-യും പിന്നെ സ്ഥാനാർത്ഥി കെ മുരളീധരൻ ഉൾപ്പെടെ ഞങ്ങളെല്ലാവരും നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നതാണ് അന്തർധാര. ആ അന്തർധാരയുടെ ഭാഗമായി കേഡറായ ഇലക്ഷൻ 2 ദിവസം മുമ്പ് തൃശൂർ DCC ഓഫീസിൽ ഞാനും തൃശൂർ DCC പ്രസിഡന്റും പത്രസമ്മേളനം നടത്തി വെളിപ്പെടുത്തിയിരുന്നു. ഒരു ബൂത്തിൽ നിന്ന് 25 കേഡർ വോട്ട് മറിച്ച് ചെയ്യാൻ വേണ്ടി CPM തീരുമാനിച്ചിരുന്നു. 25 കേഡർ വോട്ട് മറിച്ച് ചെയ്യാൻ വേണ്ടി. ആ കേഡർ വോട്ട് മറിച്ച് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചതിന്റെ അടിസ്ഥാനത്തിൽ 1275 ബൂത്തുകളിലെ പ്രത്യേകിച്ചും CPM-ന് വളരെ സ്വാധീനമുള്ള പ്രദേശങ്ങളിൽ അവരുടെ കേഡറായ ആളുകളെ കൊണ്ട് മറിച്ച് BJP-ക്ക് വോട്ട് ചെയ്യിച്ചിട്ടുണ്ട്. അത് നാട്ടിക, മണലൂര്, ഇരിങ്ങാലക്കുട, പുതുക്കാട്, ഉല്ലൂര് ഉൾപ്പെടെ തൃശൂർ നഗരത്തിൽ പോലും ആ ക്രോസ് വോട്ട് ചെയ്തിട്ടുണ്ട്. അതൊക്കെ ആണെങ്കിലും ഞങ്ങൾ ഉറപ്പായും ചെയ്യും.
ഇവിടെ ക്രോസ് വോട്ടിനൊക്കെ അതിജീവിച്ചുകൊണ്ട് അതെ ജയിക്കും. ഈ ക്രോസ് വോട്ട് എന്ന് പറയുന്നത് താങ്കൾ ആരോപിക്കുന്നത് CPM-ന്റെ നേതൃതലത്തിലുള്ള ധാരണയുടെ ഭാഗമായി നടന്ന ഒരു ക്രോസ് വോട്ട് എന്നാണോ പറയുന്നത്? അതെ, CPM-ന്റെ നേതൃനിര BJP-യുടെ ഹയർ ലെവൽ ആളുകളുമായി, അത് സംസ്ഥാനത്തെ ആളുകളുമായിട്ടല്ല, ദേശീയ തലത്തിലുള്ള ആളുകളുമായി ഉണ്ടാക്കിയ ഒരു അന്തർധാരയാണത്. ഈ BJP-യെ തൃശ്ശൂർ സഹായിക്കണം. BJP കേരളത്തിൽ അക്കൗണ്ട് തുടങ്ങാൻ ആഗ്രഹിക്കുന്നത് തൃശ്ശൂരാണ്. ആ തൃശ്ശൂരിൽ BJPക്ക് ഒരു കാരണവശാലും BJP-യുടെ വോട്ട് കൊണ്ടും അവരുടെ സംഘടനാ ശക്തി കൊണ്ടും അവർക്ക് തൃശ്ശൂരിൽ അക്കൗണ്ട് തുടങ്ങാൻ പറ്റത്തില്ല, ജയിക്കാൻ പറ്റത്തില്ല. അപ്പൊ അവർക്ക് ജയിക്കണമെന്നുണ്ടെങ്കിൽ പിന്നെ CPM-ന് ക്രോസ് വോട്ട് കിട്ടണം. അപ്പൊ CPM-ന് വോട്ട് ഇവരെ ജയിപ്പിച്ചാൽ ഈ പിന്നെ കരുവന്നൂർ കേസിലെ പ്രതികൾ ഒരു കാരണവശാലും അറസ്റ്റ് ചെയ്യില്ല. ഇതാണ് അവർ തമ്മിൽ ഉന്നത തലത്തിൽ ഉണ്ടാക്കിയ, മുഖ്യമന്ത്രി ഉൾപ്പെടെ ആളുകൾ അറിഞ്ഞുകൊണ്ട് ഹയർ ഉണ്ടാക്കിയിട്ടുള്ള ഡീൽ എന്ന് പറയുന്നത്. ആ ഡീൽ ഞങ്ങൾ നിരന്തരമായി വെളിച്ചത്ത് കൊണ്ടുവന്നു. അതിന് തെരഞ്ഞെടുപ്പിലെ പല ഘട്ടങ്ങളിലും ബൂത്തിലെ സ്കോഡ് വർക്ക് പലയിടത്തും CPM-ന്റെ പ്രധാനപ്പെട്ട ആളുകൾ ഉണ്ടായിരുന്നില്ല. അവസാനത്തെ കലാശക്കൂട്ടിന് പലയിടത്തും ആളുകൾ ഉണ്ടായിരുന്നില്ല. തെരഞ്ഞെടുപ്പ് ഉണ്ടായിരുന്നില്ല. മാത്രമല്ല, സാധാരണ തൃശ്ശൂരിൽ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ഇലക്ഷന്റെ അന്ന് CPM-ഉം കോൺഗ്രസും തമ്മിൽ നിരന്തര സംഘർഷം ഉണ്ടാകാറുണ്ട്. അത് CPM അപ്പൊ ഒരു സ്ഥലത്ത് പോലും ഒരു തർക്കം പോലും ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങളുമായി പിന്നെ അവിടെ ഉണ്ടാക്കാൻ CPM-ന്. പക്ഷേ CPI ഈ ആക്ഷേപം ഇല്ലെന്ന് തോന്നുന്നു. CPI ഈ ആക്ഷേപം ഉന്നയിക്കുന്നില്ല CPM-നെതിരെ. CPM-ന്റെ ഇത്തിക്കണ്ണി ആയതുകൊണ്ട് ആക്ഷേപം ഒരിക്കലും ഉന്നയിക്കാൻ അറിയില്ല. കാരണം CPM എന്ന് പറയുന്ന മരത്തിൽ പടർന്നു നിൽക്കുന്ന ഒരു ഇത്തിക്കണ്ണിയാണ് CPI. CPIക്ക് പഞ്ചായത്ത് മെമ്പറായി പോലും ഒറ്റയ്ക്കൊരു വാർഡിൽ ജയിക്കാൻ തൃശ്ശൂരിൽ കഴിയില്ല. CPM ഇല്ലാതെ കഴിയില്ല. അതുകൊണ്ട് CPM-ന്റെ ആശ്രിത വത്സലന്മാരായതുകൊണ്ട് അവർക്ക് ഒരു ഇത്തരത്തിലൊരു ആക്ഷേപം പറയാൻ വേണ്ടി പറ്റില്ല. ഞങ്ങൾ ഫീൽഡിൽ കണ്ടതാണ്, നേരിട്ട് ഫീൽഡിൽ ഞങ്ങൾക്ക് അനുഭവം ഉണ്ടായതാണ് ഈ വസ്തുതകൾ എല്ലാം. എങ്കിലും 5 നിയോജകമണ്ഡലത്തിൽ ഞങ്ങൾ ഭൂരിപക്ഷം കിട്ടും, ഞങ്ങൾ ജയിക്കും. പിന്നെ ഒരു ഗുണം ഉണ്ടായിട്ടുണ്ട്. ഈ ഡീല് നിരന്തരമായി പുറത്തു വന്നത് കൊണ്ട്, കേഡർമാരെ ആളുകളിൽ ചോർന്നു പോയത് കൊണ്ട് CPM-ന്റെ തന്നെ നല്ല കമ്മ്യൂണിസ്റ്റുകാർ, നല്ല ട്രഡീഷണലായ നല്ല കമ്മ്യൂണിസ്റ്റുകാർ, നല്ല സഖാക്കൾ ഈ തെരഞ്ഞെടുപ്പിൽ മുരളീധരന് വോട്ട് ചെയ്തിട്ടുണ്ട്. കാരണം BJP തോൽക്കണം എന്നുള്ളത് കൊണ്ട് ഞങ്ങൾക്ക് വോട്ട് ചെയ്തു. ഞങ്ങൾ CPI-യുടെ പ്രതികരണം കൂടി തേടിയിരുന്നു. ഇപ്പൊ KP രാജേന്ദ്രൻ അടക്കമുള്ള തൃശ്ശൂരിൽ നിന്നുള്ളവരുടെ പ്രതികരണം, ഇത് മുരളീധരന്റെ പതിവ് ആരോപണം, ഇതിന് മറുപടിയില്ല എന്നുള്ളതാണ്. ഈ TM പ്രതാപൻ, ഒരു കാര്യം, ഈ ക്രോസ് വോട്ട് നടന്നെങ്കിൽ, അതായത് CPM-ന്റെ വോട്ടുകൾ BJP-യിലേക്ക് ചോർന്നെങ്കിൽ, അപ്പോൾ BJP-ക്ക് എവിടെ വിജയസാധ്യത ഉണ്ടാവുക? പിന്നെ എങ്ങനെ മുരളീധരൻ വിജയിക്കുമെന്ന് താങ്കൾ അവകാശപ്പെടുന്നു? അവിടെ ഉണ്ടായൊരു പ്രത്യേകത, CPM-ന്റെ വോട്ട് BJP-ക്ക് ക്രോസ് വോട്ട് ആയി കൊടുത്തപ്പോ CPM-ന്റെ ആളുകൾ തന്നെ ആയ കുറെ ആളുകൾ ഇത് മണത്തറിഞ്ഞു. ഇപ്പൊ പണ്ടത്തെ പോലെ ഒന്നും രഹസ്യമില്ലല്ലോ, ഒക്കെ എങ്ങനെയൊക്കെ അറിയുമല്ലോ. ആ അറിഞ്ഞപ്പോ യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാർ, ശുദ്ധരായ കമ്മ്യൂണിസ്റ്റുകാർ, ഒരു കാരണവശാലും BJP ജയിക്കാൻ പാടില്ല, ആ BJP സംഘപരിവാർ ശക്തികൾ വർഗശത്രുക്കളായി കാണണം, നല്ല കമ്മ്യൂണിസ്റ്റുകാരുണ്ട്. അത് പഴയ കൃഷ്ണപിള്ളയുടെയും AKGയുടെയും ഒക്കെ കമ്മ്യൂണിസ്റ്റുകാരാ, ആ ആശയത്തിൽ ഉൾപ്പെടുന്ന കമ്മ്യൂണിസ്റ്റുകാരാ. അത് നല്ല DYFIക്കാരുണ്ട്, പഴയ നല്ല SFIക്കാരുണ്ട്. അങ്ങനെയുള്ള നല്ല കമ്മ്യൂണിസ്റ്റുകാർ ഇതിൽ അമർശമുണ്ടായിരുന്നു. അവര് ഈ ഇലക്ഷനിൽ ഞങ്ങളെ സഹായിച്ചിട്ടുണ്ട് കുറച്ചുപേർ. ഈ 7 നിയമസഭാ മണ്ഡലങ്ങളിൽ നിങ്ങൾ എവിടെയൊക്കെ ലീഡ് ചെയ്യും? എന്താണ് അതിന്റെ ട്രെൻഡ്? ഞങ്ങൾ തൃശ്ശൂർ ലീഡ് ചെയ്യും, കൊല്ലൂർ ലീഡ് ചെയ്യും, ഗുരുവായൂർ ലീഡ് ചെയ്യും, മണലൂർ ലീഡ് ചെയ്യും, ഇരിങ്ങാലക്കുട ഞങ്ങൾ ലീഡ് ചെയ്യും. ഒരു അംശമാണ് 5 മണ്ഡലത്തിൽ മുരളീധരൻ പറഞ്ഞത് സത്യമാണ്. 5 നിയോജകമണ്ഡലത്തിൽ ഞങ്ങൾ ലീഡ് ചെയ്യുന്നത്. എന്നാ പോവല്ലേ, ഇപ്പൊ എല്ലാം ഇലക്ഷൻ വോട്ടിംഗ് മെഷീനിൽ ഇരിക്കല്ലേ. 4-ാം തീയതി ഈ സമയമാകുമ്പോ കാണാം ഞങ്ങളുടെ ലീഡ് ഏതൊക്കെ സ്ഥലത്താണ് വരുന്നത്. ഞങ്ങൾ ഉറപ്പ് ലീഡ് ചെയ്യും. ഞങ്ങൾക്ക് 100% വിശ്വാസമാണ്. ഈ തെരഞ്ഞെടുപ്പ് പ്രചരണ രംഗത്ത് നമുക്കറിയാം, അഭിമാന പോരാട്ടമായിരുന്നു തൃശ്ശൂരെ സംബന്ധിച്ച് UDF-നും കോൺഗ്രസിനും. ഈ സ്ഥാനാർത്ഥി മാറ്റവും താങ്കളുടെ മാറ്റവും ഒക്കെ അവിടെ സംഭവിച്ചതാണ്. പക്ഷേ എന്തുകൊണ്ടാണ് രാഹുൽ ഗാന്ധിയെ പോലെ വലിയ മുൻനിര നേതാക്കളെ അവിടെ കളത്തിലിറക്കാൻ നിങ്ങൾക്ക് കഴിയാതെ പോയത്? ഒരുപക്ഷെ ഘടകകക്ഷികളുടെ മണ്ഡലങ്ങളിൽ പോലും പ്രചരണത്തിന് രാഹുൽ ഗാന്ധി എത്തി, കോട്ടയത്തെത്തി, അങ്ങനെ പോലുള്ള സ്ഥലങ്ങളിൽ ഞാൻ സൂചിപ്പിച്ചെന്ന് മാത്രമേ ഉള്ളൂ. എന്തുകൊണ്ടാണ് ഈ പ്രചരണ രംഗത്തെ ഒരു പാളിച്ച അവിടെ സംഭവിച്ചില്ല? അതെന്താണ്? തുറന്നു സമ്മതിക്കാൻ ഒരു ബുദ്ധിമുട്ടുണ്ടോ? രാഹുൽ ഗാന്ധിയുടെ ഏറ്റവും അടുത്തുള്ള AICC സംഘടനാ ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ മത്സരിക്കുന്ന ആലപ്പുഴയിൽ പോലും രാഹുൽ ഗാന്ധി പങ്കെടുക്കാൻ കഴിഞ്ഞില്ല. തൃശ്ശൂരും ആലപ്പുഴയിലും ഉൾപ്പെടെ രാഹുൽ ഗാന്ധി പങ്കെടുക്കുന്ന പരിപാടി തീരുമാനിച്ച് അതിന്റെ എല്ലാം സജ്ജമാക്കിയതായിരുന്നു. അദ്ദേഹത്തിന് അന്ന് പിന്നെ ശാരീരികമായ വ്യത്യാസം വന്നു. അതിന്റെ പേരിൽ 3 ദിവസം അദ്ദേഹത്തിന് എല്ലാ പരിപാടികളും, ഇന്ത്യയിലെ എല്ലാ പരിപാടികളും മാറ്റിവെച്ചുമായിരുന്നു. KC വേണുഗോപാലിന്റെ അവിടെ അദ്ദേഹം വരാതിരിക്കലോ, ആലപ്പുഴ കടപ്പുറത്ത് വലിയ
പിന്നെ പന്തലൊരുക്കി അദ്ദേഹത്തിന്റെ വലിയ പരിപാടി 10,000-കണക്കിന് ലക്ഷക്കണക്കിന് ആളുകൾ പങ്കെടുക്കുന്ന ടി എം പ്രതാപൻ, പരിപാടി. താങ്കൾ ദയവായി ഒന്ന് തുടരുക. ശ്രീ കെ വത്സരാജ്, CPI ജില്ലാ സെക്രട്ടറി, നമുക്കൊപ്പം ചേരുകയുണ്ട്. ശ്രീ വത്സരാജ്, ഈ CPM-ന്റെ വോട്ടുകൾ കൂട്ടത്തോടെ ചോർന്നു എന്നതാണ് കെ മുരളീധരൻ അവിടുത്തെ UDF സ്ഥാനാർത്ഥി ഇപ്പോൾ ടി എം പ്രതാപൻ അടക്കം ഉന്നയിക്കുന്ന ആരോപണം. കരുവന്നൂർ വിഷയത്തിൽ ധാരണയുണ്ടാക്കിയിരുന്നു, CPI-യെ അവിടെ CPM ചതിച്ചു എന്നതാണ് ആക്ഷേപം. അത് വളരെ തെറ്റായ കാര്യമാണ്. അന്ന് തന്നെ CPIM-ന്റെ ജില്ലാ സെക്രട്ടറി പത്രസമ്മേളനം നടത്തി വിശദീകരിച്ചു. CPIM എന്ന് പറയുന്നത് അങ്ങനെ ഏതെങ്കിലും രീതിയിൽ ധാരണ ഉണ്ടാക്കിയിട്ട് വോട്ട് കൊടുക്കേണ്ട ഒരു പ്രസ്ഥാനമാണെന്ന് കരുതുന്നുണ്ടോ? ഇതിനൊക്കെ ഇന്ത്യ രാജ്യത്ത് വളരെ കൃത്യമായ നിലപാടുകളിലുള്ള പാർട്ടികളാണ് CPIM ഒക്കെ. BJP ആയിട്ട് CPM ധാരണ ഉണ്ടാക്കിയെന്നൊക്കെ മുരളീധരനല്ല സാക്ഷാൽ രാഹുൽ ഗാന്ധി പറഞ്ഞാലും അംഗീകരിക്കാൻ കഴിയുന്ന ഒരു കാര്യമല്ല. അതൊക്കെ അവര് തന്നെ വിശദീകരിച്ചിട്ടുണ്ട്. ആ വിശദീകരണത്തിലൂടെ ആ പ്രശ്നം കഴിഞ്ഞതാണ്. മുരളീധരൻ തോൽക്കാൻ പോകുന്നതിന് കാരണം കണ്ടെത്താൻ വേണ്ടിയിട്ടുള്ള ചില പ്രശ്നത്തിന്റെ ഭാഗമാണെന്ന് മാത്രമേ എനിക്ക് അതിനെ കുറിച്ച് പറയാനുള്ളൂ. ഈ മുരളീധരൻ പറയുന്നത്, ഇപ്പം ടി എം പ്രതാപനും പറയുന്നത് 2 മണ്ഡലങ്ങൾ പിന്നോട്ട് പോകും, അതിലൊന്ന് നാട്ടികയും മറ്റൊന്ന് പുതുക്കാടുമാണ് പറയുന്നത്. എന്തുകൊണ്ടാണ് ഈ മണ്ഡലങ്ങളിൽ 7 മണ്ഡലങ്ങളിൽ അവർ പിന്നാക്കം പോകും? ഞങ്ങൾ 7 മണ്ഡലങ്ങളിലും മുന്നിൽ വരും. നല്ല ഭൂരിപക്ഷത്തിന് വി എസ് സുനിൽകുമാർ വിജയിക്കാൻ പോവുകയാണ്. 5 മണ്ഡലങ്ങളിലല്ല 7 മണ്ഡലങ്ങളിലും അവർ പുറകിൽ പോകും. പുറകിൽ പോകുന്നതിന്റെ കാരണം കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ട് നടത്തുന്ന ചില ഗവേഷണങ്ങളുടെ ഭാഗമായിട്ട് മാത്രമേ ഞങ്ങൾ അതിനെ കാണുന്നത്. അല്ല, ഈ കരുവന്നൂർ വിഷയത്തിൽ ഒരു ഒത്തുതീർപ്പ് നടന്നു എന്നതാണ് ആക്ഷേപം. കരുവന്നൂർ വിഷയത്തിൽ ഒരു ഒത്തുതീർപ്പ് ഉണ്ടായിട്ടില്ലല്ലോ. എന്ത് ഒത്തുതീർപ്പ് ഉണ്ടായത്? അതുമ്പോഴൊക്കെ കേസും അതിന്റെ നടപടികളായിട്ട് മുന്നോട്ട് പോകല്ലേ. എന്ത് ഒത്തുതീർപ്പ് നടന്നു എന്ന് പറഞ്ഞ ഇലക്ഷൻ വരുമ്പോ കേന്ദ്ര അന്വേഷണ ഏജൻസികൾ വന്ന് ഇങ്ങനെ ചില അന്വേഷണം നടത്തി പോവും. അത് കഴിഞ്ഞ് അവസാനിക്കും. ഇത് നമ്മുടെ നിയമസഭാ ഇലക്ഷന്റെ സമയത്ത് നമ്മൾ കണ്ടതാണല്ലോ. അതുമ്പോഴൊക്കെ ഏതെങ്കിലും ഒത്തുതീർപ്പ് നടന്നു എന്നൊക്കെ പറയുന്നത് നാട്ടിലെ ജനങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കാൻ കഴിയുന്ന ഒരു കാര്യമല്ല. ഞങ്ങൾ ഒരുമിച്ച് വർക്ക് ചെയ്തതല്ലേ തൃശൂർ പാർലമെന്റ് മണ്ഡലത്തിൽ. CPIM ഇടതുപക്ഷ മുന്നണി വളരെ ഐക്യത്തോടുകൂടി നല്ല രീതിയിൽ ഇവിടെ വർക്ക് ചെയ്തതാണ്. ഞങ്ങൾക്ക് അത് കൃത്യമായിട്ട് ബോധ്യമുള്ളതാണ്. യെസ്, ടി എം പ്രതാപൻ കൂടിയുണ്ട്. ടി എം പ്രതാപൻ, ജില്ലാ സെക്രട്ടറി പറയുന്നത് കേൾക്കുന്നു, അവിടെ ഒരു അനൈക്യത്തിന്റെയും പ്രശ്നമില്ല, CPM ഒരു തരത്തിലുള്ള വീഴ്ചയും നടത്തിയിട്ടില്ലെന്നാണ് പറയുന്നത്. അദ്ദേഹത്തിൻ്റെതായ വിശ്വാസത്തിന് തീർച്ചയായിട്ടും അവകാശമുണ്ട്. പിന്നെ ഏതായാലും ജൂൺ 4-ാം തീയതി ഈ സമയമാകുമ്പോൾ ഇതിന്റെ പല സൂചനകളും കാണും എന്ന കാര്യം ഉറപ്പാണ്. ഈ പ്രതാപൻ, ഈ തൃശ്ശൂരെ രാഷ്ട്രീയത്തിൽ നിങ്ങൾ 2 മണ്ഡലങ്ങളിൽ പിന്നോട്ട് പോയാലും വിജയസാധ്യത പറയുന്നു. അങ്ങനെയെങ്കിൽ 2ാം സ്ഥാനത്ത് ആര് വരുമെന്നതാണ് കോൺഗ്രസിന്റെ ഒരു കണക്കെടുപ്പിൽ വ്യക്തമാവുന്നത്. അദ്ദേഹത്തിന്റെ ടെലിഫോൺ ബന്ധത്തിൽ ചില തകരാറുകൾ സംഭവിച്ചിട്ടുണ്ട്. ശ്രീ വത്സരാജ്, ഇവർ മുന്നോട്ട് വയ്ക്കുന്നത്, കോൺഗ്രസ് മുന്നോട്ട് വയ്ക്കുന്ന കെ മുരളീധരൻ തുടക്കം മുതൽ ഈ പോളിംഗിന് ശേഷം പറയുന്നതാണ് ക്രോസ് വോട്ട് നടന്നു എന്ന ആക്ഷേപം. അതൊരു മുൻകൂർ ജാമ്യമെടുപ്പലായിട്ടാണ് തന്നെയാണോ നിങ്ങൾ വിലയിരുത്തുന്നത്? അങ്ങനെ തന്നെയാണ് ഞങ്ങൾ കരുതുന്നത്. അല്ലെങ്കിൽ ഇലക്ഷന്റെ തലേ ദിവസം അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് ആയിട്ട് രംഗത്ത് വരില്ലല്ലോ. അങ്ങനെ ഉണ്ട് എന്നുള്ള ഒരു കാര്യം നടന്നിട്ടില്ല എന്നും അതിന്റെ വസ്തുത എന്നതാണെന്ന് എം വർഗീസ് CPM-ന്റെ ജില്ലാ സെക്രട്ടറി തന്നെ പത്രസമ്മേളനം നടത്തി വിശദീകരിച്ചിട്ടുണ്ട്. അതിനേക്കാൾ വലിയ വിശദീകരണം എങ്ങനെ വേണ്ടത്? ഈ കൃത്യമായി പറഞ്ഞു. അതെ, നാട്ടിക മണ്ഡലം ടി എം പ്രതാപന്റെ ഒരു മണ്ഡലമായിരുന്നു നാട്ടികയൊക്കെ. നാട്ടിക മണ്ഡലത്തിൽ എന്ത് സംഭവിച്ചു? അവിടെ എന്തെങ്കിലും പ്രത്യേക രാഷ്ട്രീയ നീക്കം സംഭവിച്ചിട്ടുണ്ടോ? അങ്ങനെ മുരളീധരനൊക്കെ വിശ്വസിക്കുന്നു. നാട്ടിക മണ്ഡലത്തിലായിരിക്കും DS സുനിൽകുമാർ ഏറ്റവും കൂടുതൽ വോട്ട് വാങ്ങിക്കുന്നതും ഭൂരിപക്ഷം നേടുന്നതും. നാട്ടിക മണ്ഡലം TM പ്രതാപന്റെ മണ്ഡലം എന്ന് പറയുന്ന നാട്ടിക അല്ല ഇപ്പോഴത്തെ നാട്ടിക. പഴയ നാട്ടിക എന്ന് പറയുന്നത് അതും ഏറെക്കാലം CPI കൈവശം വെച്ചിരുന്ന CPIയുടെ ജനപ്രതിനിധികൾ ഉണ്ടായിരുന്ന മണ്ഡലമാണ് നാട്ടിക, പഴയ നാട്ടിക. അവിടെയാണ് TM പ്രതാപൻ 2 തവണ ജയിച്ചത്. ശരിയാ. അതുകൊണ്ട് ഇപ്പോഴത്തെ നാട്ടിക എന്ന് പറഞ്ഞ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ CPIക്ക് വളരെ സ്വാധീനമുള്ള. അതായത് നാട്ടികയിൽ വോട്ട് കുറഞ്ഞാൽ പ്രതാപൻ കൂടി മറുപടി പറയേണ്ടി വരും. അതിന്റെ ഒരു മുൻകൂർ ജാമ്യമെടുപ്പ് കൂടി ഉണ്ടോ? അങ്ങനെയുണ്ടോ ആക്ഷേപം? അല്ല, പ്രതാപം മൊത്തത്തില് മറുപടി പറയേണ്ടി വരും ഈ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ. അത് അവരുടെ പാർട്ടിയുടെ പ്രശ്നങ്ങളാണ്. അയാൾ മറുപടി പറയേണ്ടി വരും. അയാൾ ആദ്യം പറഞ്ഞത് കോൺഗ്രസും BJPയും തമ്മിലാണ് മത്സരം എന്നാണ്. പിന്നെ അതൊക്കെ മാറ്റി പറഞ്ഞു LDFും UDFും തമ്മിലാണ് മത്സരം എന്ന് പറഞ്ഞു. ഇപ്പോ തോൽക്കുന്നതിന്റെ കാരണം കണ്ടെത്താൻ വേണ്ടിയിട്ടുള്ള ചില കാര്യങ്ങൾ പറയുന്നതല്ലാതെ അതിന്റെ അപ്പുറത്ത് അതിനെ ഞങ്ങള് അങ്ങനെ
ഗൗരവമായിട്ട് കാണുന്നില്ല. ഈ BJP-യുടെ തൃശ്ശൂരിലെ അവസാനവട്ട കണക്കെടുപ്പിൽ നിങ്ങൾ കണക്കെടുക്കുന്നത് എങ്ങനെയാണ്? അതായത് BJP സ്വാധീനിച്ചിരിക്കുക ഇത്തവണ പൊതുവിൽ ആരുടെ വോട്ടുകളെ, LDF-ന്റെ ആണോ UDF-ന്റെ ആണോ വോട്ടുകളെയാണോ കൂടുതൽ സ്വാധീനിച്ചിരിക്കുക? ഒപ്പം ഈ ക്രൈസ്തവ ന്യൂനപക്ഷങ്ങളെ സ്വാധീനിക്കാനുള്ള ശ്രമം തൃശ്ശൂരിൽ എത്ര കണ്ട് നടപ്പിലായിട്ടുണ്ട്? എങ്ങനെയാണ് നിങ്ങളുടെ ഒരു കണക്കെടുപ്പ്? അല്ല, ഞങ്ങളങ്ങനെ ക്രൈസ്തവ ന്യൂനപക്ഷങ്ങളെ അങ്ങനെ അല്ലല്ലോ. ഞങ്ങൾക്ക് കൃത്യമായി ഫീൽഡിൽ പോയാൽ ഞങ്ങളുടെ ബൂത്ത് തല പ്രവർത്തകരിൽ നിന്ന് ലഭ്യമാകുന്ന കണക്കുകൾ വെച്ചുകൊണ്ടാണ് ഞങ്ങളിത്. ശരി, താങ്കൾ ഒന്ന് താങ്കൾ ഒന്ന് തുടരുക. സന്ദീപ് വാര്യർ, BJP-യുടെ വക്താവ് നമുക്കൊപ്പമുണ്ട്. സന്ദീപ് വാര്യർ, CPM-ഉം നിങ്ങളും തമ്മിൽ തൃശ്ശൂരിൽ ഒരു ധാരണയുണ്ടായിരുന്നു, അങ്ങനെ ഒരു ക്രോസ് വോട്ട് നടന്നു, ചില മണ്ഡലങ്ങൾ പേരെടുത്ത് പരാമർശിക്കുന്നുണ്ട് കോൺഗ്രസ്. എന്താണ് ഈ ആക്ഷേപം? അല്ല, മുരളീധരൻ പരാജയം ഭയന്നിരിക്കുകയാണ്. പരാജയം മുന്നിൽ കണ്ടുകൊണ്ടുള്ള ജൽപ്പനങ്ങളാണ് ഇപ്പൊ മുരളീധരൻ നടത്തിക്കൊണ്ടിരിക്കുന്നത്. തൃശ്ശൂരിലേക്ക് കടന്നു വരുമ്പോൾ എന്തൊക്കെയാ പറഞ്ഞിരുന്നത്? BJP-യെ 3ാം സ്ഥാനത്താക്കും, വലിയ വിജയം നേടുമെന്നൊക്കെ വലിയ അവകാശവാദങ്ങളായിരുന്നു. പക്ഷെ തെരഞ്ഞെടുപ്പിന്റെ അവസാന ദിവസങ്ങളെത്തിയപ്പോ, പ്രത്യേകിച്ച് വോട്ടിംഗ് കൂടി കഴിഞ്ഞപ്പോഴേക്കും മുരളീധരന്റെ ശരീരഭാഷ ആകെ മാറിയിരിക്കുകയാണ്. അദ്ദേഹം വിരളി വെളുത്തിരിക്കുകയാണ്. അദ്ദേഹത്തിന് തൃശ്ശൂരിന്റെ സാഹചര്യങ്ങളിൽ ജനങ്ങളുമായി സംവദിക്കാനോ നല്ല രീതിയിൽ പ്രചരണം നടത്താനൊന്നും സാധിച്ചിട്ടില്ല എന്ന് വ്യക്തമാണ്. അദ്ദേഹത്തിന് കൂടെ നിൽക്കുന്നവർ തന്നെ മുരളീധരനെ പാലം വലിച്ചിട്ടുണ്ട് എന്നുള്ളത് വളരെ വ്യക്തമാണ്. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് വോട്ടെണ്ണുന്ന സമയത്ത് മുരളീധരനെ ബോധ്യപ്പെട്ടോളും. മാത്രമല്ല, മുരളീധരൻ എന്ന് പറയുന്ന രാഷ്ട്രീയ നേതാവ് ഈ പലപ്പോഴും സ്വയം ചാവേറായി മാറാൻ തയ്യാറാണെന്ന് പറഞ്ഞു നടക്കുന്നത് വ്യക്തിപരമായ പല താല്പര്യങ്ങളുടെയും പുറത്താണെന്ന് ആർക്കാണ് അറിയാത്തത്. ഇപ്പൊ നേമത്ത് പോയി മത്സരിച്ച് എവിടെയാ ലാൻഡ് ചെയ്ത്? 3ാം സ്ഥാനത്താ ലാൻഡ് ചെയ്ത്. എന്നിട്ട് 3ാം സ്ഥാനത്ത് പോയി തോറ്റ് തുന്നം പാടിയതിനു ശേഷം ഇതാ BJP-യുടെ അക്കൗണ്ട് പൊട്ടിച്ചേ എന്ന് പറയുകയാണ്. വാസ്തവത്തിൽ അവിടെ ജയിച്ചത് LDF അല്ലേ? അപ്പൊ സ്വയം പരിഹാസ്യനായി മാറുന്ന വാദങ്ങളാണ് പലപ്പോഴും മുരളീധരൻ ഉന്നയിച്ചിട്ടുള്ളത്. രാഷ്ട്രീയത്തിൽ ഗതി കിട്ടാതെ അലഞ്ഞു നടക്കുന്ന ഒരു ഗതികിട്ടാ പയതം മാത്രമാണ് മുരളീധരൻ. അതിലപ്പുറം ഒന്നുമില്ല എന്നുള്ളത് ഈ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ ബോധ്യപ്പെടും. കോൺഗ്രസ്സുകാർ തന്നെ മുരളീധരനുള്ള പാലം തീർച്ചയായിട്ടും തൃശ്ശൂർ വലിക്കുന്നത് ഒരു സംശയവും വേണ്ട. കാരണം തൃശ്ശൂരുകാർ ഒരുപാട് കാലം ഈ കരുണാകരൻ ഡൈനാസ്റ്റിക്കെതിരായിട്ടുള്ള പോരാട്ടം നടത്തിയിട്ടുള്ള കുറച്ച് ആളുകൾ കോൺഗ്രസ്സുകാർ അവിടെ ഉണ്ട്. അവർക്ക് ഇവരോട് വലിയ വൈരാഗ്യമുണ്ട്. അത് കരുണാകരനെ തോൽപ്പിച്ചിട്ടുള്ള സ്ഥലമാണ്, കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട നേതാക്കളെയൊക്കെ തോൽപ്പിച്ചിട്ടുള്ള സ്ഥലമാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും മുരളീധരനും കിട്ടാനുള്ള, അല്ലെങ്കിൽ മുരളീധരനും ഫേസ് ചെയ്യാൻ പോകുന്ന വിധി എന്ന് പറയുന്നത് കനത്ത പരാജയമായിരിക്കും. ആ കനത്ത പരാജയം വരുന്നതിന് മുമ്പ് ഒരു മുൻകൂർ ജാമ്യം എടുക്കൽ പോലെ മുരളീധരന്റെ ഇത്തരം പ്രസ്താവനകളെ കണ്ടാൽ മതി. അന്തർധാര ഉണ്ടായിട്ടുള്ളതൊക്കെ BJP-യെ തോൽപ്പിക്കാൻ വേണ്ടി എന്തും പരസ്പരം വോട്ട് കൈമാറാൻ തയ്യാറായി നിൽക്കുന്ന ഈ ഒരേ മുന്നണിക്കാര് ഈ BJP-യും CPM തമ്മിൽ അന്തർധാര ഉണ്ടായിരുന്നൊക്കെ പറയുന്നത് വാസ്തവ വിരുദ്ധമാണ്. അത്തരത്തിൽ ഒരു പരിപാടിയും ഇല്ല. BJP അവിടെ കൃത്യമായിട്ടുള്ള വിജയം, ഒന്ന് BJP-യുടെ സംഘടനാ പ്രവർത്തനത്തിന്റെ മികവ് കൊണ്ടുള്ള വിജയം, രണ്ട് ശ്രീ സുരേഷ് ഗോപി എന്ന് പറയുന്ന മനുഷ്യസ്നേഹിയുടെ, സാമൂഹിക സേവകന്റെ, ഒരു നല്ല മികച്ച പൊതുപ്രവർത്തകന്റെ അദ്ദേഹത്തോടുള്ള ആദരവ് കൊണ്ട് രാഷ്ട്രീയ, ജാതി, മത വ്യത്യാസങ്ങൾക്ക് അതീതമായി തൃശ്ശൂരിലെ ജനങ്ങൾ, പ്രത്യേകിച്ച് സ്ത്രീ വിഭാഗങ്ങൾ ഒന്നിച്ച് വോട്ട് ചെയ്തതിന്റെ ഗുണഫലം സുരേഷ് ഗോപി കിട്ടും. താങ്കൾ തുടരുക. VT ബൽറാം കൂടി നമുക്കൊപ്പം ചേരുകയാണ്. മുരളീധരൻ, ബൽറാം, മുരളീധരൻ ആവർത്തിക്കുകയാണ് ക്രോസ് വോട്ട് നടന്നു എന്ന കാര്യം. പക്ഷേ BJP-യും ഒപ്പം CPI നേതൃത്വവും ഒക്കെ അത് നിഷേധിക്കുകയാണ്. നിങ്ങൾ എന്തുകൊണ്ടാണ് ഈ ക്രോസ് വോട്ട് നടന്നു എന്ന കാര്യം ആവർത്തിക്കുന്നത് തൃശ്ശൂരിൽ? നമ്മളൊക്കെ കണ്ടതല്ലേ, LDF-ന്റെ കൺവീനറും BJP-യുടെ സംസ്ഥാനത്തിന്റെ ചുമതലയുള്ള പ്രഭാരിയും തമ്മിൽ നടന്ന ചർച്ച, അതിലുണ്ടാക്കിയ ഡീല് അത് തൃശ്ശൂർ തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ തൃശ്ശൂർ ആ ഡീല് നടപ്പാക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഫീൽഡിൽ നിന്ന് ഞങ്ങൾക്ക് കിട്ടുന്ന റിപ്പോർട്ടുകളും സ്ഥിരീകരിക്കുന്നത്. അപ്പൊ അതുകൊണ്ടാണ് സ്ഥാനാർത്ഥി തന്നെ ആ നിലയിലുള്ള കൃത്യമായിട്ടുള്ള വിശദീകരണവുമായിട്ട് വന്നിട്ടുള്ളത്. പക്ഷേ തീർച്ചയായിട്ടും അതിനപ്പുറത്തേക്കുള്ള ഒരു മതനിരപേക്ഷ യോജിപ്പ് ജനങ്ങൾക്കിടയിൽ, വോട്ടർമാർക്കിടയിൽ അവിടെ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതും ഞങ്ങൾ സ്വാഭാവികമായി തന്നെ കാണുന്നുണ്ട്. അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾക്ക് ലീഡ് ചെയ്യാൻ സാധിക്കുമെന്നും നല്ല വിജയം കാഴ്ചവെക്കാൻ സാധിക്കുന്നതാണ് പ്രതീക്ഷ. സംസ്ഥാനത്തിന് മറ്റൊരു മണ്ഡലത്തിലും ഉന്നയിക്കാത്ത ഒരു ആക്ഷേപമായി തൃശ്ശൂർ ഇത് ഉന്നയിക്കുമ്പോൾ തൃശ്ശൂരിൽ ഒരു പരാജയ ഭീതി മടക്കുന്നുണ്ടോ എന്ന ആക്ഷേപം അതുകൂടി ഒന്ന് കോൺഗ്രസ് മറുപടി പറയേണ്ടി വരുന്നുണ്ട്. അല്ല, അത് തന്നെയാണല്ലോ, അസന്നിഗ്ധമായി ഞങ്ങൾ ജയിക്കും, 5 മണ്ഡലങ്ങളിലെങ്കിലും ഞങ്ങൾക്ക് ലീഡ് ചെയ്യാൻ സാധിക്കും എന്നുള്ള കാര്യം ചേർത്ത് പറഞ്ഞുകൊണ്ട് തന്നെയാണ് ഈ ക്രോസ് വോട്ടിങ്ങിനെ കുറിച്ചുള്ള വസ്തുതകൾ ഞങ്ങൾ ജനങ്ങൾക്ക് മുമ്പിൽ വെക്കുന്നത്. കാരണം അത് LDF-ന്റെ കൺവീനർ EP ജയരാജനും BJP-യുടെ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി പ്രകാശ് ജാവ്ദേക്കറും തമ്മിലുണ്ടായ ചർച്ചയുടെ ഡീലിന്റെ ഭാഗമാണ്. ബാക്കി പല അതിന്റെ വിശദാംശങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ആയിട്ട് നിങ്ങൾ തുടക്കത്തിനും ചർച്ച ചെയ്തെങ്കിലും പിന്നീട് ആ ചർച്ചകളിൽ നിന്ന് നിങ്ങളാണല്ലോ വഴിമാറിപ്പോയത്. അപ്പോ ഏതായാലും കേരളത്തിലെ ജനങ്ങൾക്ക് അത് ബോധ്യമായിട്ടുള്ള കാര്യമാണ്. അതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ള തൃശ്ശൂർ എന്ന് പറയുന്ന സീറ്റിൽ BJP-യെ സഹായിക്കുക എന്നുള്ളതാണ് CPM-ന്റെ ഭാഗത്ത് നിന്ന് BJP ആവശ്യപ്പെടുന്ന പ്രത്യുപകാരം. അതിന് പകരമായിട്ടാണ് ലാവ്ലിൻ കേസും മറ്റ് സ്വർണ്ണക്കള്ളക്കടത്ത് കേസുവിന്റെ ഒക്കെ ഒതുക്കി തീർക്കൽ BJP-യുടെ ഭാഗത്തുനിന്നുള്ള ഓഫറായിട്ട് ഡീലിന്റെ ഭാഗമായിട്ട് വരുന്നത്.
അപ്പോ ആ ഒരു യാഥാർത്ഥ്യം കേരളത്തിലെ ജനങ്ങൾക്ക് മുമ്പിലുണ്ട്. എങ്ങനെയും BJPക്ക് ഒരു സീറ്റ് ഇവിടെ ഉണ്ടാവണം, അക്കൗണ്ട് തുറക്കണം എന്നുള്ള അവരുടെ ആ ലക്ഷ്യത്തിന് വേണ്ടിയുള്ള ഒരു അങ്ങേയറ്റത്തെ കളികളാണ് അവിടെ നടന്നിട്ടുള്ളത്. അതിന് നോ എന്ന് പറയാൻ കഴിയാത്ത തരത്തിലുള്ള ഒരു വൾണറബിലിറ്റിയിലാണ് CPM-ഉം പിണറായി വിജയനും അതിന്റെ നേതൃത്വം നിൽക്കുന്നത് എന്നുള്ളത് കൊണ്ട് അവരതിന് കീഴടങ്ങി എന്നുള്ളതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഈ നാട്ടിക പോലെയുള്ള മുസ്ലിം വോട്ടുകൾ കൂടുതലുള്ള അവിടുത്തെ നിയമസഭാ മണ്ഡലമുണ്ട്. ഈ നാട്ടികയിൽ വോട്ട് കുറയുന്നു എന്നൊക്കെ ആക്ഷേപം ഉന്നയിക്കുകയാണ്. അപ്പോൾ അവിടെ മുൻകാലത്ത് MLA ആയിരുന്ന TM പ്രതാപനൊക്കെ പിന്നീട് സ്ഥാനാർത്ഥിയായിരുന്ന TM പ്രതാപനൊക്കെ അദ്ദേഹത്തിന്റെ ശാക്തിക മേഖലയാണത്. അവിടേക്ക് വോട്ട് കുറഞ്ഞാൽ അങ്ങനെയും കൂടി മറുപടി പറയേണ്ടി വരില്ലേ? അല്ല, TN പ്രതാപൻ മത്സരിച്ചിരുന്ന സമയത്ത് നാട്ടികയല്ല ഇപ്പോഴത്തെ നാട്ടിക. പഴയ ചേർപ്പ്, സുനിൽകുമാർ തന്നെ മുൻപ് MLA ആയിരുന്ന ചേർപ്പിന്റെ ഭാഗങ്ങളൊക്കെയാണ് ഇപ്പോൾ പുതിയ നാട്ടികയായിട്ട് വന്നിട്ടുള്ളത്. പഴയ നാട്ടികയുടെ 1-2 പ്രദേശങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ LDF-ന് നല്ല വേരോട്ടമുള്ള, അവർക്ക് നല്ല രീതിയിൽ ലീഡ് ചെയ്യാൻ സാധിക്കുന്ന ഒരു മണ്ഡലമാണ് നാട്ടിക. ഈ പുതിയ മണ്ഡല പുനർനിർണയത്തിന് ശേഷം അവിടെ 2 തവണ ഗീതാ ഗോപിയാണ് അവിടുന്ന് ജയിച്ചത്. ഇത്തവണയും നല്ല ഭൂരിപക്ഷത്തിൽ CPI-യുടെ സ്ഥാനാർത്ഥി തന്നെയാണ്, LDF-ന്റെ സ്ഥാനാർത്ഥിയാണ് അവിടെ ജയിച്ചിട്ടുള്ളത്. പാർലമെന്റ് ഇലക്ഷനുകളിലും ഇപ്പൊ TN പ്രതാപൻ മത്സരിക്കുമ്പോഴാണ് അല്പം ഇത് വരുന്നത്. അല്ലാത്ത സമയങ്ങളിലൊക്കെ LDF-ന് തന്നെയാണ് അവിടെ മേൽക്കൈ നേടാൻ സാധിക്കാറുള്ളത്. ഈ ക്രൈസ്തവ ന്യൂനപക്ഷങ്ങളെ ഒപ്പം നിർത്താനുള്ള BJP-യുടെ ശ്രമങ്ങൾ അത് വളരെ ശക്തമായി തന്നെ സംസ്ഥാനത്തിന്റെ പലയിടങ്ങളിൽ നടന്നു. അത് ഏറ്റവും അധികം പ്രകടമായ ഒരു ഇടം തൃശ്ശൂരായിരുന്നു. ആ BJP-യുടെ ശ്രമങ്ങളൊന്നും അവിടെ വിജയിച്ചില്ല എന്നുകൂടി നിങ്ങൾ കണക്കുകൂട്ടുന്നുണ്ടോ? അങ്ങനെ തന്നെയാണ് ഞങ്ങൾ കണക്ക് കൂട്ടുന്നത്. കാരണം ഒരു ഘട്ടത്തിൽ അത്തരത്തിലുള്ള ചില അഭിപ്രായഗതികളൊക്കെ സഭയ്ക്കകത്തുള്ള കുറച്ചു പേർ, വ്യക്തികൾ വെച്ചു പുലർത്തിയിരുന്നുവെങ്കിലും അപ്പൊ ആ നേതൃത്വം തന്നെ അതിനെ കൃത്യമായ രീതിയിൽ റെക്ടിഫൈ ചെയ്തു എന്നുള്ളതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. കാരണം ഈ തെരഞ്ഞെടുപ്പിന്റെ ഒരു ദേശീയ തലത്തിലെ ഒരു പ്രാധാന്യവും അതിന്റെ ഒരു മോദി സർക്കാർ ഒരിക്കൽ കൂടി അധികാരത്തിൽ വന്നാൽ മണിപ്പൂർ അടക്കമുള്ള അനുഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ എന്തായിരിക്കും അവസ്ഥ എന്നുള്ളതൊക്കെ വളരെ കൃത്യമായി മുൻകൂട്ടി കാണാൻ, രാഷ്ട്രീയമായി തന്നെ വിലയിരുത്താൻ അവർക്ക് സാധിച്ചു എന്നുള്ളതാണ് ഞങ്ങൾ പ്രതീക്ഷിച്ചത്. അവസാനമായി ഒരു കാര്യം കൂടി, ഇന്നിപ്പോൾ KPCC-യുടെ അവലോകന യോഗം തയ്യാറുകയാണ്. ഞാൻ തൃശ്ശൂരിന് അപ്പുറത്തേക്ക് കോൺഗ്രസിന്റെ സാധ്യതകൾ നിങ്ങൾ ഒറ്റനോട്ടത്തിൽ 2020 എന്ന് അവകാശപ്പെടുമായിരിക്കും. പക്ഷേ വസ്തുതകൾ പരിശോധിച്ചുകൊണ്ട്, ഈ ബൂത്ത് തല കണക്കുകൾ പരിശോധിച്ചുകൊണ്ട് ഒരു വസ്തുനിഷ്ഠമായ കണക്കിലേക്ക് കോൺഗ്രസ് എത്തിയിട്ടുണ്ടോ? ഞങ്ങൾ ആ നിലയ്ക്ക് സംസ്ഥാന അടിസ്ഥാനത്തിൽ ഒരു കണക്കെടുപ്പിലേക്ക് വന്നിട്ടില്ല. ഇന്നാണ് അതിന്റെ ഒരു പ്രാഥമികമായിട്ടുള്ള വിലയിരുത്തൽ യോഗം ഇപ്പോൾ KPCC-യിൽ തുടങ്ങാനിരിക്കുകയാണ്. അപ്പോ അതിന് ശേഷമാണ് ഞങ്ങൾക്ക് എത്ര ഭൂരിപക്ഷത്തിൽ ജയിക്കാൻ സാധിക്കും എന്നുള്ളതിനെ കുറിച്ച് ഓരോ മണ്ഡലം തിരിച്ചുള്ള കണക്കുകൾ പുറത്തു പറയാൻ സാധിക്കുകയുള്ളൂ. ഏതായാലും ഇതുവരെയുള്ള അസസ്മെന്റ് വെച്ച് ഈ 2020 എന്ന് പറയുന്നത് കേവലം അങ്ങ് പറഞ്ഞു പോവുകയല്ല, ആ നിലയ്ക്ക് തന്നെയുള്ള ശക്തമായിട്ടുള്ള ഒരു UDF അനുകൂല തരംഗം തന്നെയാണ് സംസ്ഥാനത്തുടനീളം ഉണ്ടായതായിട്ട് ഞങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത് ഇലക്ഷൻ രംഗത്ത്. വളരെ നന്ദി VT ബൽറാം. സന്ദീപ് വാര്യർ തുടരുന്നു എന്ന് കരുതുന്നു. സന്ദീപ് വാര്യർ, ഒരു കാര്യം കഴിഞ്ഞ ദിവസം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഞങ്ങൾക്ക് നൽകിയ അഭിമുഖത്തിൽ അദ്ദേഹം ആവർത്തിക്കുന്നുണ്ട്, BJP ഇത്തവണ അക്കൗണ്ട് തുറക്കും എന്ന കാര്യം അദ്ദേഹം ആവർത്തിക്കുന്നുണ്ട്. ഇപ്പോൾ ഈ VT ബൽറാമൊക്കെ ഉന്നയിച്ചതുപോലെ കരുവന്നൂർ മുൻനിർത്തി തൃശ്ശൂരിൽ ജയിക്കുന്നതിന് വേണ്ടി ഒരു ഡീൽ ഉണ്ടാക്കി എന്ന ആക്ഷേപം അങ്ങ് ശക്തമാവുകയാണ്. അല്ല, ശ്രീ VT ബൽറാം അദ്ദേഹം തന്നെ നേരത്തെ ഉന്നയിച്ചിട്ടുള്ള മറ്റൊരു ആരോപണം ഉണ്ടല്ലോ, സോളാർ കേസ് ഒത്തുതീർപ്പാക്കാൻ വേണ്ടി TP ചന്ദ്രശേഖരൻ കേസ് അട്ടിമറിച്ചു എന്ന് കോൺഗ്രസിന്റെ MLA ആയിരുന്ന VT ബൽറാം തന്നെ ഫേസ്ബുക്കിലൂടെ ആരോപണം ഉന്നയിച്ചതാണല്ലോ. പിന്നീട് അദ്ദേഹം ആ പോസ്റ്റ് മുക്കി എന്നാണ് എന്റെ ഓർമ്മ. അപ്പൊ അത്തരത്തിൽ കോൺഗ്രസും CPM-ഉം തമ്മിലുള്ള അന്തർധാരയും കേസുകൾ അട്ടിമറിക്കുന്നതും ഒക്കെ പരസ്യമായി പുറത്തു പറഞ്ഞിട്ടുള്ള ആളാണ് ശ്രീ VT ബൽറാം. അദ്ദേഹം ഇപ്പൊ BJP-യുടെ മേൽ ആരോപണം ഉന്നയിക്കുന്നതിൽ അർത്ഥമൊന്നുമില്ല. അത് കോൺഗ്രസിന്റെ അതിലുള്ള അനുഭവം കൊണ്ടായിരിക്കും അദ്ദേഹം അത്തരത്തിൽ പറയുന്നത്. ഞങ്ങൾ ഒരു തരത്തിലുള്ള ഒരു കേസുകളും ആ കേസുകൾ ഇടപെടാനും പോകുന്നില്ല, അട്ടിമറിക്കാനും പോകുന്നില്ല, നിയമത്തിന്റെ വഴിക്ക് പോകുമെന്നുള്ള ഒരു തർക്കവും വേണ്ട. BJP പാർട്ടി എന്നുള്ള നിലയ്ക്ക് ഒരു ഇൻവെസ്റ്റിഗേഷന്റെയും ഭാഗമായിട്ടോ ഗവൺമെന്റോ അത്തരം കാര്യങ്ങൾ ഇടപെടില്ല. ഇൻവെസ്റ്റിഗേഷൻ ഏജൻസികൾ അവരുടെ പണിയെടുക്കും. അഴിമതി ചെയ്ത ആളുകൾ, നാട്ടിലെ സാധാരണക്കാരായിട്ടുള്ള മനുഷ്യർ അധ്വാനിച്ചുണ്ടാക്കിയ പണം സഹകരണ ബാങ്കിൽ കൊണ്ടുപോയിട്ട് നിക്ഷേപിച്ച് നഷ്ടപ്പെട്ടുള്ളവരെ പണം മുഴുവൻ തിരിച്ചു കൊടുക്കാൻ വേണ്ട നടപടികളാണ് ഞങ്ങൾ സ്വീകരിക്കുന്നത്. നാളിതുവരെയായി ഈ കോൺഗ്രസ് ഭരിക്കുന്ന ഏതെങ്കിലും സമയത്ത് CPM-ന്റെ ഏതെങ്കിലും പ്രധാനപ്പെട്ട ഒരു നേതാവിനെതിരെയുള്ള ഏതെങ്കിലും ഒരു കേസ്, ആ കേസിൽ ഒരു ഫൈനൽ കൺക്ലൂഷൻ, ലോജിക്കൽ കൺക്ലൂഷൻ എത്തിക്കാറ് കഴിഞ്ഞിട്ടുണ്ടോ? SNC ലാവ്ലിംഗ് കേസ് ഏത് സമയത്ത് അട്ടിമറിക്കപ്പെട്ടത്? അന്വേഷിച്ചത് ആരുടെ സമയത്താ? UP ഭരിക്കുന്ന സമയത്തല്ലേ? എങ്ങനെ അട്ടിമറിക്കപ്പെട്ടു? ഇടതുപക്ഷം കൂടി പിന്താങ്ങിയത് കൊണ്ട് ആ കേസ് അട്ടിമറിക്കപ്പെട്ടു പോയതല്ലേ? അത് കഴിഞ്ഞ് ഇതെല്ലാം ഞങ്ങളുടെ കയ്യിൽ കൊണ്ടുവന്നിടേണ്ട കാര്യം എന്താ ഉള്ളത്? അപ്പൊ സ്വാഭാവികമായിട്ടും ഇത്തരം കേസുകൾ അട്ടിമറിച്ചിട്ടുള്ളതും കേസുകളെ നടത്തിപ്പ് തന്നെ അപകടത്തിലാക്കിയിട്ടുള്ളതും ഒക്കെ കോൺഗ്രസ് ഭരിക്കുന്ന സമയത്താണ്. പരസ്പരം ഇവർ തമ്മിൽ സോളാർ കേസും TP ചന്ദ്രശേഖരൻ കേസും വരെ പരസ്പരം അട്ടിമറിച്ചിട്ടുണ്ട് എന്ന് കൃത്യമായി തുറന്നു പറഞ്ഞിട്ടുള്ള ആളാണ് VT ബൽറാം. അതുകൊണ്ട് അത്തരം ആക്ഷേപങ്ങൾക്കൊന്നും യാതൊരു അടിസ്ഥാനവുമില്ല. എന്തായാലും വളരെ നന്ദി പ്രതികരിച്ചതിന്.
തൃശൂരിന്റെ ജനവിധി ആർക്കൊപ്പമാണെങ്കിലും അതൊരു വലിയ രാഷ്ട്രീയ വിവാദമാകുമെന്ന് ഉറപ്പാണ്. കാരണം സംസ്ഥാനത്തിൽ തുടർ ചർച്ചകൾക്ക് ഇടവെക്കുന്ന രാഷ്ട്രീയ നീക്കമായി അത് മാറുക തന്നെ ചെയ്യും. വലിയ ഡീലുകളുണ്ട് എന്ന ആക്ഷേപത്തിന് 3 മുന്നണി നേതൃത്വങ്ങളും ഒരേ തരത്തിൽ മറുപടി പറയേണ്ടി വരും. കോൺഗ്രസിന്റെ വിലയിരുത്തലും ആക്ഷേപവും ഒക്കെ ആ തരത്തിൽ ശക്തിപ്പെടുത്തുകയാണ്. അപ്പോൾ മറുപടിയായി CPM, CPI, BJP നേതൃത്വവും രംഗത്തുണ്ട്. അഭിമുഖം നൽകിയത് കെ മുരളീധരനാണ്. വളരെ വിശദമായി തന്നെ ഡാൻ കുര്യനുമായി അദ്ദേഹം സംസാരിക്കുകയും ചെയ്തു.